നല്ലതു വരുത്തുക നമുക്കു നിലവയ്യ, നല്ല വഴിയെങ്കലരുളിടുക തെളിഞ്ഞ്. അല്ലലകലേണം അതിനായി തൊഴുന്നേൻ, ചൊല്ലെഴുന്ന ശബരിമലയാണ്ട നിലവയ്യ. ഒരു 10-65 വർഷം മുമ്പ് സന്ധ്യാസമയത്ത് നാമം ജപിക്കുമ്പോൾ എൻ്റെ അച്ഛനമ്മമാരും സഹോദരങ്ങളും ഒത്തിരിക്കുന്ന സമയത്ത് നാമം ജപം കഴിഞ്ഞാൽ ഈ അയ്യപ്പ കീർത്തനം ചൊല്ലണം എന്ന് നിർബന്ധമായിരുന്നു. അത് പഠിപ്പിച്ചു തന്ന എൻ്റെ അമ്മയെ ഞാൻ നമസ്കരിച്ചിരുന്നു. അയ്യപ്പനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തന്ന്, അയ്യപ്പനോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു തന്ന, മല കയറാനുള്ള വഴികൾ പറഞ്ഞു തന്ന, അവിടെ കൊണ്ടുപോയ എൻ്റെ അച്ഛനെ ഞാൻ നമസ്കരിക്കുന്നു. എനിക്ക് ആത്മീയ ബോധം വളർത്തി തന്ന എൻ്റെ ഗുരു കാരണവന്മാരെ ഞാൻ നമസ്കരിക്കുന്നു. ഇവിടെ കഴിഞ്ഞ വർഷം ഞാൻ ഗുരുവായൂരിൽ വന്നിരുന്നു. അന്ന് ഞാൻ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്നാണ് സംസാരിച്ചത്. ഇന്ന് ശിവശങ്കരൻ പരമേശ്വരൻ്റെ നടയിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഇവരുടെ രണ്ടിൻ്റെയും ഒരു പൊതു സ്വത്തായ ശബരിമല അയ്യപ്പനെക്കുറിച്ച് പറയണം എന്ന് എനിക്ക് തോന്നിയത് അതൊരു നിമിത്തമാവാം. അപ്പോൾ നാരായണസ്വാമി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പുതിയ വിഷയം ആയിക്കോട്ടെ, മണ്ഡലകാലമല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഈ മണ്ഡലകാലത്തിൽ പറയാൻ പറ്റിയ ഒരു വിഷയം ആണ് ഇത് തന്നെ. ഞാൻ ചെമ്പോലക്കളരിയിൽ അദ്ദേഹത്തിൻ്റെ മുൻപിൽ സംസാരിച്ചതാണ് നേരത്തെ ഒരു ദിവസം. പക്ഷേ ഇപ്പം ഇത് അതുകൊണ്ട് നമ്മളിപ്പം പ്രൗഢമായ ഒരു വിഷയം, ആ വിജയലക്ഷ്മി ടീച്ചറിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അങ്ങനെ നിങ്ങളൊരു ഉദാത്ത മേഖലയിലേക്ക് പോയിരിക്കുന്ന നിങ്ങളെ അങ്ങ് താഴേക്ക് കൊണ്ടുവരികയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. കാരണം ഒരു ഗഹനമല്ല, പക്ഷെ ഒരു വഴിയാണ് നമ്മൾ പോകുന്ന. എങ്ങനെയാണ് നമ്മൾ തത്വമസിയിലേക്ക്, ഭഗവത് സന്നിധിയിലേക്ക് എത്തുന്നത് എന്ന് പറയാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരുന്ന ഓരോ കാലത്തെക്കുറിച്ചല്ല. ഈ വഴികളെല്ലാം താണ്ടി ഒരു എങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു തീർത്ഥയാത്രയാണ് ശബരിമല തീർത്ഥയാത്ര. അവിടെ കാനന മധ്യത്തിലൊരു ക്ഷേത്രം, അവിടോട്ട് പോകാൻ കണ്ടകാകീർണമായ ഒരുപാട് വഴികൾ താണ്ടി വേണം അവിടെ എത്താൻ. നല്ല നീർച്ചോലകളിൽ തണുത്ത വെള്ളത്തിൽ കുളിച്ചു പോകണം, നല്ല മലകൾ കയറണം, ഇറങ്ങണം. ഇങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ എത്തി ഭഗവാനെ കാണണമെങ്കിൽ വെറുതെ അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതിന് നമുക്ക് ചിട്ടയായ ഒരു ജീവിതം വേണം. അതുകൊണ്ട് നമ്മുടെ പൂർവികർ അതിന് വേണ്ടിയിട്ട് 41 ദിവസത്തെ കഠിനമായ ഒരു വ്രതം നമുക്ക് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തി തന്നു. ഈ 41 എന്ന് പറയുന്നത് ഒരു മണ്ഡലകാലം എന്നാണ്. മണ്ഡലകാലം 41 ദിവസം സൂര്യ ദിവസങ്ങളായ സൂര്യൻ്റെ 12 × 30 വെച്ചാൽ 365 ദിവസം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെ കാലമായ 324 ദിവസങ്ങൾ. ഈ 365 നിന്നും 324 കുറച്ചാൽ കിട്ടുന്ന ഒരു സംഖ്യയാണ് 41. ഇത് പഴയ കാലത്ത് നമ്മുടെ വേദവിദ്യാർത്ഥികൾക്ക് കൊടുത്തിരുന്ന അവധിക്കാലമാണ്. ഈ അവധിക്കാലത്ത് അവർ നല്ല പൗഷ്ടികമായ ഭക്ഷണം കഴിച്ച് ബ്രഹ്മചര്യം കാത്ത് നല്ല വാക്കുകൾ, നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തികൾ ഒക്കെയായിട്ട് കഴിച്ച് ഒരു നല്ല ഉത്തമ പൗരന്മാരായിട്ട് സ്ഫുടം ചെയ്ത് സ്വഭാവത്തെ എടുക്കുന്ന ഒരു കാലമായിരുന്നു ഈ 41 ദിവസം. അതാണ് നമ്മൾ മണ്ഡലകാലത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകാനായിട്ട് ഈ വ്രതപരമ്പര, ഈ വ്രതചര്യ ആരംഭിക്കുന്നത് വൃശ്ചിക 1-നാണ്. ഞാൻ അനുഭവിച്ച, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അന്ന് ആദ്യമായിട്ട് ഏതെങ്കിലും അടുത്തൊരു ക്ഷേത്രത്തിൽ പോയി വൃശ്ചിക 1-ാം തീയതി രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് ചെന്ന് നമ്മളൊരു മാല ധരിക്കും. അതിന് മുദ്രമാല എന്നാണ് പറയുക. ഈ മാല ഒന്ന് രുദ്രാക്ഷമാകാം, തുളസിമാലയാവാം. ഇത് പൂജിച്ച് ശരണം വിളിയോടെ നമ്മുടെ കഴുത്തിലേക്ക് ഇട്ട് തരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ, എത്ര കൊച്ചു കുട്ടിയായിരുന്നിട്ട് പോലും അക്ഷരാർത്ഥത്തിൽ നമുക്ക് പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുകയാണ്. അപ്പം ഞാനല്ലാതാവുന്നു. എനിക്ക് കൊച്ചു കുട്ടിയാണെങ്കിലും മാനുഷികതയിൽ നിന്ന് ദൈവികതയിലേക്ക് മാറാനൊരു പ്രചോദനം ഉണ്ടാവുകയാണ് അവിടെ. പിന്നെ എനിക്ക് പേരില്ല, പിന്നെ ഞാൻ മാളികപ്പുറമാണ്, അയ്യപ്പന്മാരാണ്, നമുക്ക് പിന്നെ പേരേ ഇല്ല.
നമ്മൾ സാക്ഷാൽ അയ്യപ്പനും മാളികപ്പുറങ്ങളുമാക്കി മാറുന്ന ഒരു വലിയ അവസ്ഥ. അങ്ങനെ ഒരു വ്രതം ഒരിടത്തുമില്ല, അങ്ങനെ ഒരു ഭക്തി ഒരിടത്തുമില്ല. പിറ്റേ ദിവസം മുതൽ രാവിലെ ഉണരുന്നു, നമ്മൾ തണുത്ത വെള്ളത്തിൽ തന്നെ പോയി കുളിക്കണം, അരുവിയിൽ തന്നെ പോയി കുളിക്കണം. അങ്ങനെ കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഈ തോന്നിവാസമുള്ള ഭക്ഷണമൊന്നും നമുക്ക് തരത്തില്ല. നമ്മളെക്കാട്ടിൽ മുന്നിൽ പോയി കുളിച്ച് തിരിച്ച് വന്ന അമ്മമാർ, പ്രായമുള്ള സ്ത്രീകൾ നല്ല ശുദ്ധവൃത്തിയോടുകൂടി അടുക്കളയിൽ കയറി ഒന്നാന്തരം ഭക്ഷണം ഉണ്ടാക്കി തരും. ഈ പോകുന്ന അയ്യപ്പന്മാരെക്കാട്ടിൽ മാളികപ്പുറങ്ങളെക്കാട്ടിൽ വ്രതം കാക്കുന്നത് സ്ത്രീകളാണ് വീട്ടിലിരിക്കുന്നത്. അവർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തും വരരുതേ, പോയിട്ട് തിരിച്ചു വരുന്നത് വരെ അവർക്കൊന്നും ഉണ്ടാവല്ലേ എന്നുള്ള ഭക്തിയോടുകൂടി, തികഞ്ഞ ഭക്തിയോടുകൂടി ഓരോ കാര്യങ്ങളും ആചരിക്കുകയും വീട്ടിൽ ഒരു ശല്യം, ഒരു ബഹളമോ ശാപവാക്കുകളോ ഒന്നുമില്ലാതെ അക്ഷരാർത്ഥത്തിൽ വീട് ക്ഷേത്രമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു അവിടെയുള്ള എല്ലാ ആളുകളും. അങ്ങനെ ഈ 41 ദിവസത്തിൻ്റെ പടിവാതിലിലെത്തുമ്പോൾ നമുക്ക് ആത്മീയമായിട്ട് കുറച്ച് പക്വതയാകും, നമ്മുടെ ശരീരം ബലപ്പെടും, നമ്മുടെ മനസ്സ് ബലപ്പെടും, രോഗപ്രതിരോധ ശക്തി നമുക്കുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇനിയും കെട്ടുമുറുക്ക് എന്നുള്ള ആ ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. പക്ഷെ അങ്ങനെ കടക്കുന്നതിന് മുമ്പ് കന്നി അയ്യപ്പന്മാരുണ്ടെങ്കിൽ വേറൊരു ചടങ്ങൂടെ കാണിച്ചിട്ടേ അതിനകത്ത് പങ്കെടുപ്പിച്ചിട്ടേ പോകാൻ പറ്റൂ. അതിന് ആഴി പടുക്ക എന്നാണ് പറയുക. ഈ ആഴി ഏതെങ്കിലും അന്നൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതെല്ലാം കൂടെ ഒരു വീടുകളിൽ ഒരു സ്ഥലത്തുമാണ് കുറേ അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും എല്ലാം കൂടെ ചേർന്ന് അത് കെട്ടുമുറുക്കായാലും മറ്റെന്ത് കാര്യമായാലും ഒരു നല്ല സഹകരണം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ. അപ്പോൾ ഈ അയ്യപ്പന്മാരെല്ലാം കൂടെ ഇവിടെ വരും. അവിടെ പൂവണ്ണോ, പൂവരച്ച്, പ്ലാവ് ഇവയുടെ തടി കൊണ്ട് വിറകുണ്ടാക്കിയിട്ട് അത് കൊണ്ടുവന്ന് തലങ്ങും വിലങ്ങും കുത്തി നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തീ കൊടുക്കും. ആ ആഴിക്ക് ചുറ്റും കത്തി ജ്വലിച്ച് തുടങ്ങും. കർപ്പൂരമൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങനെ അങ്ങോട്ട് ജ്വലിച്ച് തുടങ്ങിയാൽ ഈ അയ്യപ്പന്മാരെല്ലാം ഇങ്ങനെ വരിവരിയായിട്ട് നടന്ന് വളരെ സാവധാനത്തിൽ സ്വാമിയേ ശരണം, അയ്യപ്പ ശരണം, ഇങ്ങനെ വളരെ നീട്ടി ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ നടക്കും. കുറേ സമയം കഴിയുമ്പോൾ ഈ ആഴി കത്തിത്തീർന്ന് കനലാവും. ആ സമയമാകുമ്പോഴത്തേനും ഈ ശരണം വിളി ദ്രുതഗതിയിലാവും. അവിടെ പാട്ടും കൊട്ടും പഞ്ചവാദ്യവും കുരവയും ഈ ശംഖനാദവും എല്ലാം കൂടെ അങ്ങോട്ടായിട്ടൊരു വലിയ ശബ്ദപ്രപഞ്ചം അങ്ങാവും. ആ സമയത്ത് ഇവിടെ ഈ അയ്യപ്പന്മാർ ചിലർ ബോധതലത്തിൽ നിന്ന് മറയും, ബോധം അവർക്ക് മാറും, ഇല്ലാതാവും, ബോധത്തിൽ തെറ്റുന്നത് മാറുകയും ഇവരിങ്ങനെ വന്ന് ഈ കനൽ വാരി എറിയുകയാണ്. ഞാൻ കണ്ട കാഴ്ചകളാണ് ഈ പറയുന്നത്. കനൽ വാരി എറിയുകയും ഇതിൽ കൂടി നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അവിടെ നിൽക്കുന്ന ഓരോരുത്തരും ഭക്തിയുടെ പാരമ്യത്തിലെത്തുകയാണ്. ഭക്തി എന്ന വികാരം അനുഭവിപ്പിക്കുക. ഇത് ആദ്യം മുതൽ വൃശ്ചികത്തിൽ നമ്മൾ മുദ്രമാല ധരിക്കുന്നത് മുതൽ അവസാനം വരെ നമുക്ക് ഇത് അനുഭവവേദ്യമാകുന്നതാണ്. അങ്ങനെ ഇതങ്ങോട്ട് കഴിഞ്ഞു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ അയ്യപ്പൻ കുഞ്ഞുങ്ങൾ പാവം പേടിച്ചിരിക്കുകയാണ്. അവർ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ശബരിമലയിലേക്ക് പോകുന്നത്. ഒരുപാട് കഥകൾ, പുലിയുടെ കാര്യം, ഹിംസം, മൃഗങ്ങളുണ്ട് അവിടെ. അതുപോലെ ഞങ്ങളുടെ കഥകൾ കേട്ടിട്ടുണ്ട്. അതായത് വെള്ളം വെച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചു, ഇതും അവിടെ ഒരു വേരുണ്ടായിരുന്നു, അതിനെ കൂടെ ചേർത്ത് 2 കല്ല് വെച്ചു. പക്ഷേ തീ അങ്ങോട്ട് കത്തി തുടങ്ങിയപ്പോൾ വേരിളകുന്ന പോലെ തോന്നി. സൂക്ഷിച്ച് നോക്കുമ്പോൾ അത് പെരുമ്പാമ്പായിരുന്നു. ഇങ്ങനെയുള്ള കഥകൾ നേരാണേലും അല്ലേലും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭയം കാണും. പിന്നെ ഇത്ര ദൂരം പോകണം, ഇതെങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ആഴിയും പടുക്കയും കാണുന്നത്. അവർക്ക് ധൈര്യമാകും. ഇവിടെ കനലിൽ കൂടെ നടന്നാൽ പോലും നമുക്കൊന്നും പറ്റുന്നില്ല, ഇത് വാരി എറിഞ്ഞിട്ടും നമ്മുടെ കൈകൊള്ളുന്നില്ലല്ലോ, അപ്പോൾ ഭഗവാൻ നമ്മളെ കാത്തുകൊള്ളും എന്ന വിശ്വാസത്തിൽ, ഉറച്ച വിശ്വാസത്തിൽ, ആത്മബലത്തോടുകൂടി, ഈശ്വര വിശ്വാസത്തോടുകൂടി ഇവർ പോകാനായിട്ട് തയ്യാറാവുന്നു. അങ്ങനെ അടുത്തത് കെട്ടുമുറുക്കാണ്. ഈ കെട്ടുമുറുക്കുന്നത് ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു വീട് കേന്ദ്രീകരിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പെരിയ സ്വാമി വരും. അദ്ദേഹത്തിനെ ക്ഷണിക്കും. ഒരു പന്തൽ ഇടും.
അലങ്കരിക്കപ്പെട്ട പന്തൽ, തോരണങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ച ഒരു പന്തൽ. ഈ പെരിയസ്വാമിയുടെ നിർദ്ദേശാനുസരണം ഒരു ലിസ്റ്റ് കൊടുക്കും. അതനുസരിച്ച് കുറേ അധികം സാധനങ്ങൾ വേണം ഇപ്പോൾ കൊണ്ടുപോകാനുള്ളത്, അതെല്ലാം തയ്യാറാക്കി വയ്ക്കും. അന്ന് കഴിഞ്ഞിട്ട് ഇദ്ദേഹം വരും. ചുറ്റുവട്ടത്തുള്ള അടുത്തുള്ള മുഴുവൻ അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഇവിടെ വരും, ഏതെങ്കിലും ഒരു വീട്ടിൽ. അതിന് ശേഷം വിളക്കുമൊക്കെ കത്തിച്ച് വെച്ച് ഇത് പോകാനുള്ള തയ്യാറെടുപ്പ് ആകുമ്പോൾ ഈ പെരിയസ്വാമി ഓരോരുത്തരുടെയായും കെട്ടുനിറയ്ക്കാൻ തുടങ്ങും. അവിടെ ആദ്യം വേണ്ടത് ഇരുമുടിയാണ്. 2 മുടിയുള്ള ഒരു സഞ്ചി. അതിലാദ്യത്തെ മുൻമുടി എന്ന് പറയും. അത് ഭഗവാൻ അയ്യപ്പനുള്ള സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ടും പിൻമുടി ഭക്തനയ്യപ്പനുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഒരു സഞ്ചി എടുത്ത്, ആദ്യത്തെ ഒരാളുടെ സഞ്ചി എടുക്കുന്നു. അതിലേക്ക് ഒരു വെറ്റ, ഒരു പാക്ക്, ഒരു നാണയം, പിന്നെ ഒരു നാളികേരം, ഇത്രയും എടുത്ത് നെഞ്ചോട് ചേർത്ത് ഭക്തിപൂർവ്വം ശിവനെ പ്രാർത്ഥിച്ചിട്ട് അത് ഈ കെട്ടിലേക്ക് വെച്ച് ഭഗവൻ്റെ ചൈതന്യം കെട്ടിനകത്ത് ഉറപ്പാക്കും, സാന്നിധ്യം ഇതിനകത്ത് ഉറപ്പാക്കും. അതിനുശേഷം 3 പിടി അരിയിടും. പിന്നെ ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ എല്ലാം ഇട്ടിട്ട് മുൻമുടി കെട്ടി മുറുക്കും. ശേഷം തേങ്ങ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, ഇതുപോലെ തന്നെയുള്ള വകകളെല്ലാം പിൻമുടിക്കെട്ടിൽ ആക്കിയിട്ട് ഭക്തനയ്യപ്പനുള്ളതും കെട്ടി മുറുക്കി വയ്ക്കും. അതിന് ശേഷമുള്ളത് ഒരു തോൾ സഞ്ചിയാണ്. ആ തോൾ സഞ്ചിയിൽ കുറച്ച് ആഹാരം കൊണ്ടുപോവുകയാണ്, പാകം ചെയ്ത് കഴിക്കുകയാണല്ലോ. അതിലേക്ക് വേണ്ടുന്ന കാളനുണ്ടാക്കും. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കാളനുണ്ടാക്കുന്നത് ഏതാണ്ട് പൊടിച്ചെടുക്കുകയാണ്. അങ്ങ് നന്നായിട്ട് വറ്റിച്ച് ഏതാണ്ട് പൊടി മാതിരിയാണ്. പിന്നെ അതിനകത്ത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചൊഴിച്ച് നമുക്ക് എടുക്കാം. എത്ര ദിവസം വേണമെങ്കിലും അതിങ്ങനെ ഇരുന്നോളുകയും ചെയ്യും. അപ്പോൾ ആ പൊടി, അത് കാളനുണ്ടാവും, സമ്മന്തിപ്പൊടി ഉണ്ടാവും, ഇതുപോലെ ഉപ്പിലിട്ട വകകൾ, പപ്പടം, ഇങ്ങനെ കേടുവരാത്ത കുറേ സാധനങ്ങൾ. ഒപ്പം തന്നെ അതിൽ ഈ ചന്ദനത്തിരി, സാമ്പ്രാണിത്തിരി, കുത്തുവിളക്ക്, ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ വേറെ വേറെ സഞ്ചികളിൽ കെട്ടി ഈ തോൾ സഞ്ചിയിലാക്കും. ഇത്രയും കഴിഞ്ഞാൽ ഇവർക്ക് കൊണ്ടുപോകാനുള്ള പായ, കരിമ്പടം ഒക്കെ വേണം. അതും തയ്യാറുണ്ട്. പിന്നെ ഉള്ളത് പാത്രങ്ങളാണ്. വഴിയിൽ ഭക്ഷണം പാകം ചെയ്ത് തന്നെ കഴിക്കാനുള്ള പാത്രങ്ങൾ അതും ഉണ്ടാവും. ഇതെല്ലാം തയ്യാറായിട്ട് കഴിഞ്ഞ് ഓരോരുത്തരുടെയും കെട്ട് നിറച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് ഒരു സർവ പ്രായശ്ചിത്തമുണ്ട്. എല്ലാവരും കൂടി ഇരുന്നിട്ട് ഞാൻ മാലയിട്ടതിന് ശേഷം ഇന്ന് വരെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് ഞങ്ങളുടെ പൂങ്കാവന പ്രവേശം സാധ്യമാക്കണേ, ഞങ്ങളുടെ അയ്യപ്പ ദർശനം ഒരു നിരുപാധി, ഒരു ക്ലേശവുമില്ലാതെ സാധ്യമാക്കണേ എന്ന് പറഞ്ഞ് പ്രായശ്ചിത്തം എല്ലാവരും കൂടെ ചെയ്തതിന് ശേഷം ഈ തിരുമേനി, ഈ പെരിയസ്വാമി ഓരോരുത്തരുടെയായി കെട്ടെടുത്ത് തലയിലേറ്റി കൊടുക്കും. പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല, പുറകെ നിന്ന് വിളിക്കാൻ പാടില്ല. ഇവരെ ശരണം വിളിച്ചുകൊണ്ടേ പോകും. പിറകെ നിൽക്കുന്നവർ ഇങ്ങനെ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നിറഞ്ഞ കണ്ണുകളോടെ, തൊഴുകയോടെ, പ്രാർത്ഥനയോടെ നിൽക്കും. അതാ ഞാൻ പറഞ്ഞത്, ഓരോ സന്ദർഭത്തിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഈ ഭക്തി അതിന്ന് അന്യമാണോ എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ ഇവർ വരുന്നത് വരെ കെടാവളക്ക് സൂക്ഷിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പറഞ്ഞ മാതിരി തന്നെ വ്രതാനുഷ്ഠാനത്തോടു കൂടി തന്നെ ഈ വീട്ടിലുള്ളവർ കഴിയും. അങ്ങനെ ഇവർ പോകുമ്പം ശരണം വിളി, ആ ശരണം വിളിക്കും ചില നിയമങ്ങളുണ്ട്. നമ്മൾ ഓരോന്നും എടുത്ത് കെട്ടിനകത്ത് വയ്ക്കുമ്പോഴേക്കും സ്വാമിയേ എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ശരണമയ്യപ്പ എന്ന് പറയണം. ഈ ഇത് വയ്ക്കുമ്പം തന്നെ ഇടയ്ക്ക് ഹരിഹരസുതനയ്യനയ്യപ്പ സ്വാമി ഞങ്ങൾക്ക് ശരണമായി വരണമേ എന്ന് പറഞ്ഞാൽ ശരണമയ്യപ്പ എന്നൊരു പ്രാവശ്യം പറഞ്ഞാൽ മതി. അതേസമയം ശരണമായി വരണമേ ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ ശരണമയ്യപ്പ 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 പൊന്നു സ്വാമിയേ ഇങ്ങനെ 3 പ്രാവശ്യം പറയണം. ഇങ്ങനെ അതുപോലെ തന്നെ സമതലത്തിലെ പോലെയല്ല മല കയറുമ്പോൾ നമുക്ക് ആയാസം കൂടുതലായതുകൊണ്ട് നമ്മൾ കരിമല കയറ്റം ശരണം എൻ്റെ പിന്നെ ഒരു താളത്തിൽ ഇങ്ങനെ പാടിക്കൊണ്ട് കയറുമ്പോൾ ഇത് നമ്മുടെ ശ്രമലാഘവം ഉണ്ടാക്കുവാൻ തന്നെയല്ല, നമ്മൾക്ക് ഒന്നിച്ചു പോകാൻ ഇതുണ്ടാക്കുവാൻ തന്നെയല്ല, ഇത് ദുഷ്ടമൃഗങ്ങളെ അകറ്റാനും ഈ കൂട്ട ശരണം വിളി ഉപകരിച്ചിരുന്നു. അതിലൊക്കെ അപ്പുറമായിട്ട്
സ്വാമിയേ എന്ന് പറയുമ്പോൾ പ്രാണവായു അത് വനത്തിലെയാണ്. നിറഞ്ഞു നിൽക്കുന്ന ഓക്സിജൻ അവിടെ ഉണ്ട്. അവിടുത്തെ മരങ്ങൾ അത്തരമാണ്. എപ്പോഴും ഇങ്ങനെ പ്രാണവായുവിനെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്ന ചന്ദനം, കരിങ്ങാലി, അകില്, ഇതെല്ലാം ദേവദാരു ഒക്കെയാണ് ആ വനത്തിൽ അന്നുണ്ടായിരുന്നത്. ഇതിൽ തട്ടി വരുന്ന ഈ വായു നമ്മൾ വലിച്ചു കയറ്റിയാണ് ശരീരത്തിൽ സ്വാമിയേ എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ശരണമയ്യപ്പ എന്ന് പറയുമ്പോൾ ഈ വായുവല്ല നമ്മുടെ ശരീരത്തെ വായുവിനെ എല്ലാം കൂടെ ചേർത്ത് പുറത്തേക്ക് വിടും ചെയ്യുന്ന ഒന്നാന്തരം ഒരു പ്രാണായാമമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അങ്ങനെ നടന്ന് 26-ാം തീയതി ആകുമ്പോൾ അവിടെ എരുമേലിയിലെത്തും. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ അവിടോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കും. കാരണം പിറ്റേ ദിവസം അവിടെ ഒരു വലിയ സംഭവം നടക്കുകയാണ്. എരുമേലിൽ പേട്ട എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ അയ്യപ്പന്മാരെല്ലാം കൂടെ ചെന്ന് അവിടെ ഒരു ക്ഷേത്രമുണ്ട്. എരുമേലിയുടെ നടുനായകമായിട്ട് വാവരുടെ ക്ഷേത്രം, അതിനപ്പുറത്ത് പേട്ടസ്വാമിയുടെ ക്ഷേത്രം, പിന്നെ ശാസ്താവിൻ്റെ ക്ഷേത്രം, ഇങ്ങനെ 3 എണ്ണമാണ് അവിടെ. അപ്പോൾ ഇവിടെ ആദ്യം വാവർ സ്വാമിയെ വന്ദിച്ചു, പേട്ടസ്വാമിയെ വന്ദിച്ച് ഇവരെല്ലാവരും കൂടി ഈ സ്വാമിമാർ പോകുന്ന ഒരു കൂട്ടർ, ഇപ്പം ഞാനൊക്കെ കൂടെ ഉള്ളതാണെങ്കിൽ ഞങ്ങൾ അവിടെ ഇങ്ങനെ പോയി ഇരുന്ന് വിരിവയ്ക്കുക എന്ന് പറയും. ഇതെല്ലാം കൊണ്ട് വിരിച്ചിരുന്നിട്ട് നമ്മൾ അവിടെ ഇരിക്കും. എന്നിട്ട് ഈ പെരിയസ്വാമി നാളെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയും. അവിടെ 2ാം കന്നിക്കാണ് പ്രാധാന്യം. നമ്മൾ ഓരോ പ്രാവശ്യവും പോകുന്നതനുസരിച്ച് ഇവർക്ക് പേരുണ്ട്. ആദ്യ തവണ പോകുന്ന ആൾ കന്നി, രണ്ടാമത്തത് 2ാം കന്നി, മൂന്നാമത്തത് മുതൽ പേര്, 4ാമത്തത് പരിപ്പ്, 5ാമത്തത് പഴമ. 5 കഴിഞ്ഞും പഴമാൻ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ പോകുന്ന ആളാണ് പെരിയസ്വാമി. അദ്ദേഹമാണ് ഗ്രൂപ്പിൻ്റെ ലീഡർ. അദ്ദേഹത്തിനെ അനുസരിച്ച് അദ്ദേഹം പറയുന്നത് കേട്ട്, ചിലപ്പോൾ ഇച്ചിരി അമിതമായ ശാസനയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവാമെന്ന്, പക്ഷേ അതൊന്നും നമ്മൾ ചോദ്യം ചെയ്യാതെ ഇവരനുസരിച്ചുകൊണ്ട് തന്നെ നടക്കണം. ഈ ഭക്തിയോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ചിട്ട, ഒരു അനുസരണം, ഒരച്ചടക്കം കൂടി ഉണ്ടാക്കാൻ ഈ ശബരിമല യാത്രയിലെ പെരിയസ്വാമിമാർ സഹായിച്ചിരുന്നു എന്നും പറയാതെ വയ്യ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരോട് പറയും, 2ാം കന്നി പോയി നല്ല ഒരു കഴ എടുത്തുകൊണ്ട് വരും. ഒരു കമ്പ്, അല്ല വണ്ണവും നീളവും ഒക്കെ ഉള്ള ഒരെണ്ണം, ഒരു കഴ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഇവരെല്ലാം കൂടി ശരീരം മൊത്തം ഇങ്ങനെ ചായ അങ്ങോട്ട് തേക്കുക. കരിയും ചായവും വാരി അങ്ങ് തേച്ച് ഒരാളെയും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു രൂപത്തിലാവും എല്ലാവരും. കിരാതവേഷം എന്നാണ് പറയുക. ഈ കിരാതവേഷം അത് ആണിനും പെണ്ണിനും കുഞ്ഞുങ്ങൾക്കും ആരും ഇതിൽ നിന്നും ഒഴിവാക്കപ്പെടത്തില്ല. ഇതെല്ലാം ചേർത്തിട്ട് ഈ 2ാം കന്നി പോയി ഒരു കരിമ്പടത്തിൽ കായ, പഴക്കുല, ചേന, കാച്ചിൽ, ചരക്കോല്, ഇത്രയും സാധനങ്ങൾ ഒരു കരിമ്പടത്തിലോട്ട് കെട്ടി ഈ കഴയുടെ നടുവിൽ കെട്ടി തൂക്കിയിടും. എന്നിട്ട് ഇത് 2ാം കന്നിയുടെ സഹായത്തോടെ കന്നി അയ്യപ്പന്മാരുടെ തോളിൽ വെച്ച് കൊടുക്കും. ഇവർ ഇതുമായിട്ട് സ്വാമി തിന്തകത്വവും അയ്യപ്പൻ തിന്തകത്വവും എന്ന വായ്ത്താരിയോടെ ഇങ്ങനെ വാവർ സ്വാമിയെ പ്രദക്ഷിണം വെച്ച്, പേട്ടസ്വാമിയെ പ്രദക്ഷിണം വെച്ച് ഇവിടെ ഇങ്ങനെ തുള്ളി വരും. എല്ലാവരും തുള്ളണമെന്നില്ല, പ്രായമായവർക്കൊക്കെ. പക്ഷേ ഈ കഴയിൽ തൊട്ട് വന്ദിച്ചിട്ട് കൂടെ തന്നെ പോകണം. അപ്പം അന്ന് ഭഗവാൻ ഈ പുലിപ്പാലിന് പോയ സമയത്ത് വേട്ടയാടിയെന്നും വേട്ടമൃഗങ്ങളുടെ ഒരു പ്രതിരൂപമായിട്ടാണ് ഇതുപോലെയുള്ള കൈകളെല്ലാം കൂടെ കെട്ടി കരിമ്പടത്തിൽ വെച്ചിരിക്കുന്നതെന്നും ഒക്കെയാണ് ഒരു ഐതിഹ്യം. പക്ഷേ അവിടെ നമുക്ക് ശരീരത്തിനെക്കുറിച്ച്, എൻ്റെ രൂപത്തെക്കുറിച്ച് ഒരു അഹങ്കാരം ഉണ്ടാവും. ഓരോരുത്തർക്കും ഒരു വേറുകൃത്യം ഉണ്ടാവും, ഉച്ചനീച വ്യത്യാസം ഉണ്ടാവും. അതൊന്നും ഇവിടെ പാടില്ല. അതീ എരുമേലിയിൽ വെച്ച് അത് തീർത്തോണം. നമ്മളെല്ലാവരും ഒന്നാണ്. എല്ലാവരും കറുത്തിരിക്കുന്നു, എല്ലാവരും ചായം തേച്ചിരിക്കുന്നു. ആരെയും കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ ഒന്നായിട്ട് മതസൗഹാർദ്ദം അവിടെ ഉറപ്പിക്കണം. ഇങ്ങനെയുള്ള ഒരാളിനെ പൂങ്കാവന പ്രവേശത്തിന് അർഹതയുള്ളൂ. അതുകൊണ്ട് ഇത് ഉറപ്പിച്ചതിന് ശേഷം, ഈ ഏകത്വം ഉണ്ടാക്കിയതിന് ശേഷം ഇവർ അവിടെ വന്ന് കുളിച്ച് നമ്മുടെ കെട്ട് വിരിവയ്ക്കുമ്പോഴും വിരിയെടുക്കുമ്പോഴും ഒക്കെ ഈ കുത്തുവിളക്ക് കത്തിച്ച് കർപ്പൂരം ഒഴിയണമെന്നുണ്ട്. ഒരുപാട് കർപ്പൂരത്തിന് ചിലവാ ഈ ശബരിമല യാത്രയിൽ. എന്നിട്ട് ഈ ഒരു ഉച്ചയോടുകൂടി അമ്പലപ്പുഴ
പേട്ട വരും. അമ്പലപ്പുഴ പേട്ട കുറച്ചുകൂടെ ആർഭാടം, ആനാമ്പാരിയും ഒക്കെ കാണും അതിന്. പക്ഷെ അവർ തെക്ക് നടയിൽ വന്നിട്ട് പടിഞ്ഞാറ് നോക്കി നിലപാട് നിൽക്കും. അവരുടെ പേട്ട ഭഗവാൻ കാണണം, അമ്പലപ്പുഴ സ്വാമി കാണണം. അവിടെ ഉച്ചപൂജ കഴിഞ്ഞ് അമൃതത്വം കഴിഞ്ഞ് വേണം അമ്പലപ്പുഴ സ്വാമിക്ക് വരാൻ. അതുവരെ അവർ തുറന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം ദൂരെ നിന്ന് ചെമ്പരുന്ത് വരുന്നത്. കണ്ടിട്ടുണ്ട്. നമുക്കതിൻ്റെ ന്യായാന്യായങ്ങളോ സത്യാസത്യങ്ങളോ ഒന്നും ചിന്തയ്ക്ക് വിഷയമേ അല്ല. ഇതിങ്ങോട്ട് വരുന്നത് കാണുമ്പം അമ്പലപ്പുഴ സ്വാമി സാക്ഷാൽ ഗരുഡാരൂഢനായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയിൽ അവിടെ ശരണം വിളിയും എൻ്റെ മേളവും ഭക്തിയും, എന്താ ഒരു കഥ. എല്ലാവരും ഭക്തിയുടെ പരാകോടിയിലെത്തുകയാണ്. ഇത് കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി അവിടെയുള്ള ഒരു വലിയ മരത്തിൽ ഇരുന്നിട്ട് പിന്നെ പടിഞ്ഞാറോട്ട് തന്നെ തിരിച്ചു പോകും. അതോടെ അമ്പലപ്പുഴക്കാരുടെ പേട്ട കഴിയും. അതിനുശേഷമാണ് ആലങ്ങാട്ടുകാരുടെ പേട്ട വരിക. ആലങ്ങാട്ടുകാരുടെ പേട്ടയോ ഇതുപോലെ തന്നെ സന്ധ്യയ്ക്ക് മുമ്പായിട്ട് കഴിയണമെന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ നീണ്ടുപോയാലും അവിടെ നക്ഷത്രം ഉദിക്കും. നക്ഷത്രങ്ങളെ കണ്ടിട്ടാണ് ഈശ്വര സാന്നിധ്യം ഉണ്ടാക്കുന്നത്. എന്തായാലും ഇതെല്ലാം നമുക്ക് തരുന്നത് ഈ പറഞ്ഞ മാതിരി ഭക്തി പ്രഹർഷം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഇവിടെ പൂങ്കാവന പ്രവേശമാണ്. അതിനുള്ള മനസ്സ് തയ്യാറെടുത്ത് കഴിഞ്ഞു എല്ലാവരും. ആ തയ്യാറെടുത്ത നല്ല മനസ്സോടുകൂടി ഒരു ഉച്ചനീചത്വം ഒന്നുമില്ലാതെ അവിടെ ആദ്യത്തെ കോട്ട കിടക്കുകയാണ്, കോട്ടപ്പടി. അവിടെ കോട്ടപ്പടിയിൽ ഈ ഭഗവാൻ എപ്പോഴും നമ്മൾ ഈ അയ്യപ്പൻ്റെ പുലിപ്പാലുമായിട്ട് ബന്ധപ്പെട്ട യാത്രയാണല്ലോ. അങ്ങനെ പോകുന്ന സമയത്ത് പരമശിവൻ വനത്തിലേക്ക് കയറുമ്പോൾ തൻ്റെ ഭൂതഗണങ്ങളിൽ ചിലരെ കൂടെ അങ്ങോട്ട് വിട്ടു. അതിലൊന്നാണ് വാപരൻ, വീരഭദ്രൻ, കൂപകർണൻ, കൂപനേത്രൻ, ഖണ്ഡകർണൻ, കടുശബ്ദൻ, ഇത്രയും പേരും കൂടാണ് അവിടെ കൂട്ടുപോകുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ഈ കോട്ടപ്പടി കഴിഞ്ഞ് പേരുത്തോട്ടിൽ വരും. എന്നിട്ട് ഈ വാപരനെ ഗോഷ്ടം കാത്തുകൊണ്ട് സജ്ജനങ്ങളെ അവിടെ രക്ഷിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഗോഷ്ടം കാത്ത് കാവലായിട്ട് വാപരൻ അവിടെ തന്നെ നിന്നു. അതാണ് വാപരനെ വന്ദിച്ച നമുക്ക് കോട്ട അങ്ങോട്ട് കടക്കുമ്പോൾ നമ്മൾ ഒരില പറിച്ച് ഇട്ട് അവിടെ നമസ്കരിച്ചിട്ട് വേണം ഈ ഗോഷ്ടം കടക്കാൻ, ഈ ഗേറ്റ് അങ്ങോട്ട് കടക്കാൻ. എന്നിട്ട് അവിടെ നിന്നും ഏതാണ്ട് 2 കിലോമീറ്റർ അകലെയുള്ള പേരുത്തോട്ട് ചെല്ലും. അവിടെ ഭഗവാൻ ഈ പറഞ്ഞ ഭൂതഗണങ്ങളോടുകൂടി കുളിച്ചുവെന്നും ആ കുളിച്ചതിന് ശേഷം അവിടെയുള്ള പാറകളിൽ വിശ്രമിച്ചു എന്നുള്ള സങ്കല്പം. അതുകൊണ്ട് ഇവർ ഈ പോകുന്ന ഭക്തജനങ്ങൾ മൊത്തം നല്ല തണുപ്പാണ്, നല്ല തൈസ് പോലെ കിടക്കും വെള്ളം. ആ പേരുത്തോട്ടിലൊരു കുളി നിർബന്ധമാണ്. അത് കഴിഞ്ഞ് ഈ പാറയിൽ ഭഗവാൻ ഇരുന്നു എന്നുള്ള സങ്കല്പത്തിൽ അവിടെ അരിപ്പൊടി തൂവി മലർപ്പൊടി തൂവി വന്ദിച്ചിട്ട് ആണ് 8 മൈൽ അകലെയുള്ള കാളകെട്ടിയിലേക്ക് പോകുന്നത്. കാളകെട്ടി മഹിഷി മർദ്ദനാനന്തരം ഈ ധർമ്മശാസ്താവ് ഒരു വലിയ നടനമാടുകയാണ്, ആനന്ദ നൃത്തമാടുന്നു. ഇതറിഞ്ഞു പരമശിവൻ. അദ്ദേഹം അവിടെ നിന്ന് ഒരു കാള പുറത്തിങ്ങോട്ട് എഴുന്നള്ളി വന്നു. എന്നിട്ട് ഈ കാളയെ അവിടെ കണ്ട ഒരു കാട്ടുപ്ലാവിൽ കെട്ടിയിട്ടിട്ട് തൻ്റെ മകൻ്റെ കൂടെ ആനന്ദ നൃത്തമാടി അത്രേ. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് കാളകെട്ടി എന്ന പേര് കിട്ടിയത്. ഈ കാളകെട്ടിയിൽ അധികം നേരം നിൽക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സമതല പ്രദേശമാണ്, വെള്ളത്തിൻ്റെ സാമീപ്യമുണ്ട്. അതുകൊണ്ട് മൃഗങ്ങളുടെ വരവ് പോക്കുണ്ടാവാം. അതിനാൽ അവിടെ നിന്നും പിന്നെ അധികം താമസിക്കാതെ തന്നെ അടുത്ത കോട്ടയിലേക്ക്, അടുത്ത താവളത്തിലേക്ക് പോവുകയാണ്, അഴുതയിലേക്ക്. അലസ എന്നും കൂടെ പേരുള്ള, സംസ്കൃതത്തിൽ അലസ എന്നാണ് ഈ നദി. എന്തൊരു മനോഹരിയായിട്ടാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് പോകുന്ന വഴികൾ നിറച്ച് പൂങ്കാവനം തന്നെയാണ്. നല്ല നല്ല ഒന്നാന്തരം വൃക്ഷങ്ങൾ, അതിൽ തട്ടി വരുന്ന കാറ്റ് നമ്മളെ അങ്ങ് തഴുകുമ്പോൾ ഈ യാത്രാക്ലേശമേ നമുക്കുണ്ടാവത്തില്ല. എന്നിട്ടോ ഈ അഴുതയിൽ ചെന്നിട്ട് അവിടെ അന്ന് താവളമാണ്. അവിടെ രാത്രിയിൽ ആഴിപൂജയുണ്ട്. ആഴിപൂജ ഇപ്പം പറയാം, ഈ ഭഗവാൻ നമ്മളോടുകൂടി തന്നെ യാത്രയിലുടനീളം ഉണ്ടെന്നാണ് വിശ്വാസം. ഒരു തെറ്റും ചെയ്യാതെ സഞ്ചാര പദയോഹ പ്രദക്ഷിണ വിധി,
അബദ്ധസഞ്ചാരം ചെയ്യാതെ ഓരോ പദവും വെച്ച് സ്തോത്രാണി സർവാംഗരും എല്ലാം നല്ല വാക്കുകളെല്ലാം അങ്ങേ സ്തോത്രം ചെയ്യുന്നതായിട്ട് പോകണം എന്നുള്ള ആ മനസ്സി ഭക്തജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഇവർ ചെന്ന് അവിടെ ആഴിപൂജ ചെയ്യുമ്പോൾ ഭഗവാന് വേണ്ടിയിട്ടാണ് ആഴിപൂജ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ക്രാന്തദർശികളായ നമ്മുടെ പൂർവികർ ഈ ആഴി നമുക്ക് തണുപ്പിൽ നിന്നും രക്ഷ നേടാനും മൃഗങ്ങളെ രാത്രിയിൽ അകറ്റി നിർത്താനും വേണ്ടി കൂടെയാണ്. ഈ ആഴിപൂജ ഭഗവാന് വേണ്ടി ചെയ്തതുകൊണ്ട് അവിടെ നിന്നും കുറച്ച് ഭസ്മം ചാരം വാരിയെടുത്ത് അതും കൂടെ നമ്മൾ കൊണ്ടുപോവാണ്. പിറ്റേ ദിവസം രാവിലെ തണുത്ത വെള്ളത്തിൽ നല്ല ഒരു കുളിക്കുകയും കന്യയ്യപ്പന്മാർ കുളിച്ച് മുങ്ങി നിവരുമ്പോൾ അതിനകത്തു നിന്നൊരു കല്ലെടുക്കുകയും വേണം. ഈ കല്ല് കളയാൻ പാടില്ല. ആ കളഞ്ഞാൽ പെരിയസ്വാമി ശകാരിക്കും, പ്രായശ്ചിത്തം ചെയ്യിക്കും, ചിലപ്പോൾ അവിടെ നിർത്തി 101 പ്രാവശ്യം ശരണം വിളിപ്പിക്കും, ഒക്കെ ചെയ്യും. അപ്പോൾ ഈ കല്ല് മുണ്ടിലോ വല്ലതും പൊതിഞ്ഞ് ഇവർ സൂക്ഷിച്ച് പിന്നെ കാണുന്നത് ഒരു 1-2 കിലോമീറ്റർ മൈലോളം ഇങ്ങനെ കുത്തനെ കിടക്കുന്ന അഴുതമേടെന്ന് പറയുന്ന ഒരു വലിയ കുന്നാണ്. നമ്മൾ ഈ അരുവിയിലെ കുളിയും ഈ 41 ദിവസത്തെ വ്രതവും ഇല്ലാത്ത ഒരാൾക്ക് അത് കയറാൻ പറ്റത്തില്ല. പക്ഷെ അതിനുള്ള ശിക്ഷണം നമുക്ക് കിട്ടിയതുകൊണ്ട് ഇങ്ങനെ കയറി അതിൻ്റെ മണ്ടയിൽ ചെല്ലുമ്പോൾ അവിടെ ഇഞ്ചപ്പാറക്കോട്ട എന്ന് പറയുന്ന 2ാമത്തെ കോട്ട നമുക്ക് കാണാം. നല്ല സമതലമാണ്. അവിടെ ഒരു ഉണ്ട്. അവിടെ ഒരു പൂജയും വഴിപാടോ ആ കേരബലിയോ ഒക്കെ ചെയ്തിട്ട് അവിടെ നിന്നും നേരെ മലയടിവാരത്തിലൂടെ പുതുശ്ശേരി മലയടിവാരത്തിലൂടെ കരിമലത്തോട്ടിലെത്താം. ഇപ്പറഞ്ഞ മാതിരി അതിഗംഭീരമായ ഒന്നന്തരം പ്രകൃതി ഭംഗി നിറഞ്ഞ ആ സ്ഥലം ഇതുപോലെ നമുക്കൊരു ക്ലേശം ഉണ്ടാക്കത്തില്ല. എനിക്ക് നല്ല ഓർമ്മയാണ് ഈ ഒരു വളച്ചുവാതിൽ സ്വയം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വളച്ചുവാതിലിലൂടെ നമുക്കിങ്ങനെ കുറേ ദൂരം പോകാനുള്ള ഒരു നല്ല അവസരം എനിക്ക് ഒരിക്കൽ ഞാൻ കണ്ടതാണ്. അങ്ങനെയുള്ള ആ കരിമല തോട്ടിൽ വിശ്രമിക്കാനുള്ള നല്ല അവസരമുണ്ട്. അവിടെ ഇളവ് ചെയ്യാം, ഭക്ഷണം ഉണ്ടാക്കാം, ഒക്കെ നന്നായിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിച്ച് വിശ്രമിച്ച് കുറേ സമയം ഇരുന്ന് നമ്മൾ നോക്കുമ്പം നേരെ മുന്നേ കാണുന്നു അതിഗംഭീരമായ വേറൊരു മല, കരിമല എന്ന് പറയുന്നത്. ഈ കരിമല പേര് സൂചിപ്പിക്കുന്ന പോലെ കറുത്തിരുണ്ടതാണ്, കറുത്ത മണലാണ് അവിടെ. അതിന് 7 തട്ടുകളുണ്ട്. ഈ 7 തട്ടിലും കുറേ സമയം ഇരുന്ന് വിശ്രമിച്ച് നമുക്ക് മണ്ടയിൽ ചെല്ലുമ്പോൾ അവിടെ നല്ല നിരപ്പ്. അങ്ങനെയാണ് ഇതെല്ലാം. കുറേ നമ്മളെ ക്ലേശിപ്പിക്കും, പിന്നെ നമുക്കൊരു സുഖം തരും. അവിടെ കരിമലനാഥൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. ഒരു 4 അടി നീളവും 2 അടി ചുറ്റളവുമുള്ള പ്രതിമ. അവിടെ നമുക്ക് പൂജ ചെയ്യാം. വേറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കുളവും ഒരു കിണറും ഒക്കെ അവിടെയുണ്ട്. അവിടെയും കുറച്ച് നേരം വിശ്രമിച്ചിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. അയ്യോ, ആ ഇറക്കം അതിലും ഭയങ്കരമാണ്. നമ്മുടെ നിമ്നോന്നതങ്ങൾ ഒക്കെ പാറക്കെട്ടുകൾ വഴിയിൽ ഈ ഒരു തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടി ഒരു അഭ്യാസിയെ മാതിരി ചാഞ്ഞും ചരിഞ്ഞും ഒടിഞ്ഞുമൊക്കെ നമ്മൾ താഴെ എത്തുമ്പോൾ വീണ്ടും നല്ല ഒരു സമതല പ്രദേശം, വലിയ ആനവട്ടം, ചെറിയ ആനവട്ടം എന്ന് പറയുന്ന ഒരു സമതലം. അവിടെ ഇങ്ങനെ ഇരുന്ന് വീണ്ടും നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇരുന്ന് കഴിച്ച് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ദൂരെ കാണാം പമ്പയുടെ നീല ജലാശയം. പിന്നെ അവിടെ നിന്നും നേരെ പമ്പയിലേക്ക് പോവുകയാണ്. പമ്പ ദിവസം 27-ാം തീയതിയാണ് നമ്മളവിടെ ചെല്ലുന്നത്. 28-ാം തീയതി ചെല്ലും. 29-ാം തീയതി അവിടെ ഒരു വലിയ ഉത്സവം നടക്കുകയാണ്. പമ്പ വിളക്ക് അവിടെ ഉണ്ട്, പമ്പ സദ്യ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി സ്വാമിമാർ എല്ലായിടത്തും നിന്നും ഇങ്ങനെ കൂട്ടമായിട്ട് സന്ധ്യ അടുക്കുമ്പോൾ അവിടെ വന്നുകൊണ്ടേയിരിക്കും. ഈ സ്വാമിമാർ നമ്മൾ ചെല്ലുമ്പോഴേക്കും അവിടെ കച്ചവട കേന്ദ്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കച്ചവട കേന്ദ്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വാർത്ത കെട്ടിടങ്ങൾ, ഒന്നുമല്ല, എല്ലാം കുടിലുകളാണ്, അലങ്കരിക്കപ്പെട്ട കുടിലുകൾ. ഈ കുടിലുകളിൽ കിട്ടാത്ത ഒരു സാധനവുമില്ല. അയ്യപ്പന്മാർക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, അയ്യപ്പന്മാർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഈ വരുന്ന അയ്യപ്പൻ, ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ആളുകൾ നേരെ വനത്തിലേക്ക് കയറും. അവിടെ ചെന്ന് ഈ ഇറയും മുളയും ഒക്കെ കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ ഒരു പർണശാല ഉണ്ടാക്കും.
എത്ര ആളുകൾ വന്നാലും ഈ നമുക്ക് പർണശാല ഉണ്ടാക്കി അവിടെ വിരി വയ്ക്കത്തക്കവണ്ണം പമ്പയുടെ വിരിമാറ് നെട്ടായമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അന്ന് ആളും കുറവാണ്, ഇത്രയൊന്നും ഇല്ലല്ലോ. അവിടെ ഇങ്ങനെ വിരിയൊക്കെ വെച്ചിരുന്നിട്ട് നാളെ നമുക്ക് ഇവിടെ ഒരു സദ്യ ഉണ്ട്. വീണ്ടും അവിടെ നമുക്ക് നല്ല ഒരു മാതൃകയാണ്. ഈ പെരിയസ്വാമി തോന്നിവാസം ഒന്നും ചെയ്യത്തില്ല. അദ്ദേഹം എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തി കാര്യാലോചന നടത്തിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെ കാര്യാലോചന നടത്തിയിട്ട് അദ്ദേഹം ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ കന്നി അയ്യപ്പന്മാർ ഒരു പാക്കും വെറ്റയും നാണയവും ഒക്കെ കൂടെ ഇദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്തിട്ട് അദ്ദേഹത്തെ പഴമയൂട്ടിന് ക്ഷണിക്കും. അത് കഴിഞ്ഞാൽ ഇദ്ദേഹം ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഓരോരുത്തരോടും ചോദിക്കും. അവരവർ കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഇത്രയുണ്ട് സ്വാമി, ഇതുണ്ട്. ഓരോരുത്തരും വയ്ക്കും. അതിൽ ഈ ചമ്മന്തിപ്പൊടി എല്ലാവരുടെയും കൈ കാണും. കാരണം ഈ ചമ്മന്തിപ്പൊടിക്കൊരു പ്രത്യേകതയുള്ളത്, അതിൽ ചങ്ങലം വരണ്ട എന്ന ഒരു ഔഷധ സസ്യം അറിയാമല്ലോ ഇല്ലേ? ഔഷധ സസ്യം കൂടെ അതിനകത്തുണ്ടാവും. അത് നമ്മുടെ ശരീര പോഷണത്തിനും എല്ലുകളുടെ ബലപ്പെടുത്തലിനും വളരെ വിശിഷ്ടമാണ്. ഈ മല കയറി പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ വീട്ടിൽ നിന്ന് തന്നുവിടുന്നതാണ് ചങ്ങലം വരണ്ട ഇട്ട ചമ്മന്തിപ്പൊടി. ബാക്കി സാധനങ്ങൾ, നമ്മുടെ കയ്യിലില്ലാത്ത സാധനങ്ങൾ അവിടെ കിട്ടും, എല്ലാം കിട്ടും. അതൊക്കെ മേടിച്ചുകൊണ്ട് വരും. ഇനി ഇവിടെയും ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. ആരുടെ വിരിയിൽ നിന്നാവും അദ്ദേഹം ഭക്ഷണം കഴിക്കുക? ഭഗവാൻ ഭക്ഷണം കഴിക്കുക. ഓരോരുത്തരും വിചാരിക്കും എൻ്റെ വിരിയിൽ നിന്നാണ്, എൻ്റെ വിരിയിൽ നിന്നാണ്. അതുകൊണ്ട് ഓരോരുത്തരും അത്ര ഭക്തിയോടെ, ശ്രദ്ധയോടെ, അർപ്പണ ബുദ്ധിയോടെ മാത്രമേ ഭക്ഷണം ഒരുക്കുകയുള്ളൂ. അവിടെ മൃഷ്ടാന്നമാണ് കൊടുക്കേണ്ടത്. മൃഷ്ടാനം എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചറിഞ്ഞതെന്നാണ്. കല്ല്, നെല്ല്, മുടി ഇതൊന്നുമില്ലാതെ ഷഡ്രസങ്ങൾ ഒത്തുചേർന്ന ഭക്ഷണത്തിനാണ് നമ്മൾ മൃഷ്ടാന്നം എന്ന് പറയുന്നത്. അല്ലാണ്ട് വയറു നിറച്ച് തിന്നുന്നതിനല്ല. അപ്പോൾ ഈ മൃഷ്ടാന്നം ഉണ്ടാക്കി വെക്കും എല്ലാ വിരികളിലും. ഓരോരുത്തരും വിചാരിക്കും ഈ വിരിയിൽ നിന്നും ഭഗവാൻ കഴിക്കും എന്ന്. ഭക്തിപൂർവമാണ്. എന്നിട്ട് ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ ഇല വയ്ക്കും, പിറയിൽ വിളക്ക് കൊളുത്തി വയ്ക്കും, ഇലയിൽ മുഴുവൻ സാധനങ്ങളും വിളമ്പി വയ്ക്കും. ഭഗവാനെ പ്രാർത്ഥിച്ച് ആവാഹിച്ച് ഇതിന് പിന്നിലിരുത്തും. അതിനുശേഷം മാത്രമേ ഭക്തന്മാർ ഭക്ഷണം വിളമ്പുകയും കഴിക്കുകയും ചെയ്യത്തുള്ളൂ. അവിടെ ഈറയിൽ കോർത്ത് ഓരോ വർണ്ണശാലയുടെയും മുകളിൽ പപ്പടങ്ങളിങ്ങനെ നിരത്തി കോർത്ത് എല്ലാത്തിൻ്റെ മണ്ടയിൽ കാണും. നല്ല കൗതുകമുള്ള കാഴ്ചയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ കുറച്ച് സമയം വിശ്രമിക്കും. അത് കഴിഞ്ഞാൽ വനത്തിൽ പോയി ഈറ കൊണ്ടുവരും. ചെറിയ ഈറപ്പാളികൾ കൊണ്ടുവന്നിട്ട് ചെങ്ങാടങ്ങളുണ്ടാക്കും. വലുതല്ല, ചെറിയ ചെറിയ ചെങ്ങാടങ്ങളുണ്ടാക്കും. മരോട്ടിക്ക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിനെ സ്വാമിക്കറിയാൻ കണ്ടില്ലേ? അതിനെ നമ്മൾ രണ്ടായിട്ട്, ഞങ്ങളൊക്കെ അന്ന് ഇത് മാത്രമേ ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ അരിയെടുത്ത് എണ്ണയുണ്ടാക്കി അതും ഉപയോഗിക്കും. മരോട്ടിൻ്റെ ആ തോട് ചെരാതുകളായിട്ട് ഉപയോഗിക്കും. ഈ മരോട്ടിക്കായിൽ അതിൽ എണ്ണ ഒഴിച്ച് ഈ ചെങ്ങാടത്തിൽ നിറച്ച് വയ്ക്കുകയാണ്. ഈ ഇതുകൊണ്ട് മുളക് കൊണ്ട് കൂടാരങ്ങളുണ്ടാക്കും, രഥങ്ങളുണ്ടാക്കും. ഇതിലെല്ലാം ചെരാതുകൾ വെച്ച് വിളക്ക് വെറുതെ തിരി നനച്ച് വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഓരോ കൂട്ടരും ഇതിങ്ങനെ അങ്ങ് പമ്പയിൽ ഒഴുക്കുകയാണ്. അതാണ് പമ്പ വിളക്ക്. എൻ്റെ അമ്മോ, എന്തോ ഭംഗിയാണത് കാണാൻ. ഈ ജലത്തിൻ്റെ മണ്ടയിൽ കൂടെ വെള്ളത്തിന് മുകളിൽ അഗ്നി ഒഴുകിപ്പോകുന്നു. കരയിൽ ഓരോ വർണ്ണശാലയുടെയും മുന്നിൽ വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നു. ആഴി എല്ലായിടത്തും കൂട്ടിയിട്ടുണ്ട്. പെട്രോൾ മാക്സിൻ ചിലപ്പം കാണും. ഇതെല്ലാം കൂടെ ഈ നദിയിലോട്ട് വന്ന് പ്രതിഫലിച്ചിട്ട് പൂത്തിരി കത്തിച്ച പോലെ പോലെ നമുക്ക് തോന്നുകയാണ്. അത്ര മനോഹരമാണ് ആ സമയത്ത്. ഇവിടെ ചെണ്ടയും മദ്ദളവും പഞ്ചവാദ്യവും ഭജനയും ശംഖുവിളിയും കുരവയും എല്ലാം കൂടെ ഒരു ശബ്ദപ്രപഞ്ചമാകും. ചുരുക്കി പറയാലോ, നമ്മൾ അനന്തലഹരിയിൽ ഭക്തിയുടെ പാരമ്യത്തിലെത്തും. ഈ വിളക്കും ഈ സദ്യയും ഈ ഭഗവാന്റെ ഭഗവാനുണ്ടെന്നുള്ള വിശ്വാസവും എല്ലാം കൂടെ അങ്ങനെ പമ്പ വിളക്കം കഴിഞ്ഞാൽ ആ ഉത്സവത്തിന് പരിസമാപ്തിയാകും. ശേഷം എല്ലാവരും വീണ്ടും നല്ല കുളിച്ച് വൃത്തിയായിട്ട് അവിടെ നിന്നും 4 മൈലൂടുണ്ട് ശബരിമലയിലേക്ക് പോവാൻ. ആ ശബരിമലയിൽ നമ്മൾ എത്തണമെങ്കിൽ അതിനു മുമ്പായിട്ട് പന്തളൻ രാജാവിൻ്റെ അനുമതി തേടണം.
അതിന് അദ്ദേഹം പമ്പാതടത്തിൽ തന്നെ വിശ്രമിക്കുന്നുണ്ട്. എല്ലാ അലഭാരങ്ങളോടും കൂടി തന്നെ അദ്ദേഹം വിശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കാണിക്കയിട്ട് ദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങി അവിടെ നിന്നും അടുത്ത കോട്ടയിലേക്ക് കടക്കുകയാണ്, ശരംകുത്തിയാലിൻ്റെ കോട്ടയിലേക്ക്. അടുത്ത നീലിമലയിലേക്ക് പോവുകയാണ്. ഈ 2 മലകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ കണ്ട 2 മലകളിലെ അതിൻ്റെ മൂത്ത ചേട്ടനായിട്ട് വരും ഈ നീലിമല. പക്ഷേ ഇനി അധികം ദൂരമില്ലല്ലോ ഭഗവാനെ കാണാൻ എന്നുള്ള വിശ്വാസത്തിൽ ഈ മല കയറ്റം കുറച്ചുകൂടെ അവർക്ക് എളുപ്പമായിട്ട് സന്തോഷത്തോടുകൂടി കയറി അവിടെ അങ്ങ് ചെല്ലുമ്പോൾ ഇപ്പറഞ്ഞ മാതിരി മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു നല്ല സമതല ഒരു പുൽമേടാണ്, നല്ല വീതിയിലുള്ള ഒരു പുൽമേട്. എന്നിട്ട് ആ പുൽമേട്ടിൽ നമുക്ക് വിശ്രമിക്കാം. പക്ഷേ അങ്ങനെ പർവ്വതം ചുറ്റി കിടക്കുന്ന ഈ പുൽമേടിൻ്റെ 2 വശവും അഗാധ ഗർത്തങ്ങളാണ്. കണ്ണ് നമ്മൾ താഴോട്ട് നോക്കിയാൽ ഭയന്നു പോവും, അതുപോലെയുള്ള ഗർത്തങ്ങൾ. അവിടെ കടുരവൻ എന്ന് പറയുന്ന ഒരു ഭൂതപ്രധാനി, ഇദ്ദേഹത്തിൻ്റെ കിങ്കരനാണ്. കിങ്കരൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ആളിനെ കിങ്കരൻ. ആ ഭഗവാന്റെ ധർമ്മശാസ്താവിൻ്റെ കിങ്കരനായ കടുരവൻ അവിടെ ഉണ്ട്. സജ്ജനങ്ങളെ ദുഷ്ടമൃഗങ്ങളിൽ നിന്നും ദുർഭൂതങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിച്ചുകൊണ്ട് അവിടെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് അരിയുണ്ട എറിയും. ഞങ്ങൾ പോകുന്ന സമയത്ത് ശർക്കരയാണ് എറിയുന്നത്, ശർക്കര എറിയുമായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു അരിയുണ്ട തന്നെയാണ് പിന്നെ എറിയുന്നത്. അരിയുണ്ട എറിഞ്ഞ് താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം വലിയ മലകളോ ഇതുപോലത്തെയുള്ള കാനന ഒന്നുമില്ല, കുറച്ച് സമതലമാണ്. അവിടെയാണ് ശബരിപീഠമുള്ളത്. ശബരി അറിയാം, നമ്മൾ രാമായണത്തിൽ വളരെ പരിചിതയാണ് ശബരി. നമുക്ക് ഭഗവാൻ ശബരിയെ കാണുന്നതും ഞാൻ സ്ത്രീയാണ്, ഹീനജാതിയാണെന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ കൊടുക്കുന്ന മറുപടിയും ഒക്കെ ഈശ്വരൻ എവിടെ നിൽക്കുന്നു, ഈശ്വരൻ എന്താ നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടാകുന്നത് എങ്ങനെ എന്നെ പൂജിക്കണം എന്ന് വരെ പറഞ്ഞു കൊടുക്കുന്ന ആ ശബരി. ആ ശബരിയുടെ പേരിൽ അറിയപ്പെടുന്നു സാക്ഷാൽ ധർമ്മശാസ്താവ് ഇരിക്കുന്ന ഈ ക്ഷേത്രം ഉള്ള സ്ഥലം ശബരിമല, ശബരിയുടെ പേരിലാണ്. അപ്പോൾ ഈ ശബരിയുടെ നിഷ്കാമ ഭക്തിയാണ് നമ്മളവിടെ കാണുന്നത്. നമുക്ക് നിഷ്കാമ ഭക്തിയാണ്. ഈ പഴങ്ങൾ എടുത്തിട്ട് കടിച്ച് കൊടുത്തു എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ മൃഷ്ടാന്നം കൊടുക്കുകയാണ്. അതിനകത്ത് ഒരു കേടുമില്ല, വിഷമില്ല, എൻ്റെ സ്വാമിക്ക് ഇത് തിന്നാൽ ഒന്നും വരത്തില്ല എന്ന് വിചാരിച്ച് കൊടുക്കുന്ന ആ ഒരു ഭക്തി, അതാണ് ശബരിയെ ഇത്ര ഉദാത്തയാക്കിയിരിക്കുന്നത്. അവിടെ നമുക്ക് വെച്ച് ചെയ്ത് ഒക്കെ നമസ്കരിച്ചിട്ട് അടുത്തത് ശരംകുത്തിയാലാണ്. അവിടെയും നമുക്ക് പൂജകർമ്മങ്ങളൊക്കെ ചെയ്യാം, തേങ്ങ നാളികേരം ഉടയ്ക്കാം. ഇത് കഴിഞ്ഞ് ശരം കുത്തി, എനിക്ക് തോന്നുന്നു കന്നി അയ്യപ്പന്മാർ ശരം കുത്തും അതിൽ. എന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കാം 18-ാം പടിയിൽ അതിഭയങ്കരമായ ശബ്ദങ്ങൾ, ശരണം വിളികൾ, വെടിയുടെ ശബ്ദം, എന്തെല്ലാം. നമുക്ക് എന്താ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് നമ്മൾ വെളിയിൽ ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ നല്ല മറിയത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ഓടിപ്പാഞ്ഞ് കയറി വരത്തില്ലേ, അതുപോലെ ഈ ഭഗവാനെ കാണാനായിട്ട് അവിടെ നിന്ന് നടക്കുകയല്ല, ഓടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവിടെ 18-ാം പടിക്കെല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചെയ്യാറ്, അവിടെ ചെല്ലുന്നതോടുകൂടി ഞാനങ്ങ് കണ്ണടക്കിയത് പറയുമ്പോഴൊക്കെ എങ്കിലും നമുക്ക് അവിടുത്തെ വെടി കേൾക്കാം. അവിടുത്തെ വെടിക്ക് 3 അങ്കുലം നീളവും ഒരു തള്ളവരലിനേക്കാൾ ഇച്ചിരിയോടെ വീതിയുള്ള ചെറിയ ചെറിയ കതിനാക്കുറ്റികളാണ്. അതിങ്ങനെ പടപടാന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഉണ്ടാകുന്ന ദുഷിച്ച വായുവിനെ അപ്പ ഇല്ലാതാക്കിക്കൊണ്ട് മലിനീകരണം, വായു അന്തരീക്ഷ മലിനീകരണം ഇല്ലാതാക്കുന്നതാണ് ഈ വെടി. കതിനാക്കുറ്റി ഉത്സവ സ്ഥലങ്ങളിൽ കതിനാവെടി വെക്കുന്നതിനാണ്. ഇപ്പോഴത്തെ ചൈനക്കാരൻ്റെ വെടിക്കെട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പരമ്പരാഗതമായ കതിനാക്കുറ്റി, കതിനാവെടി ആ ദുഷിച്ച വായുവിനെ മാറ്റിയിട്ട് നല്ല ശുദ്ധവായുവിനെ മേളിയും താഴേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ വെടിക്കെട്ട് എന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് ഈ 18-ാം പടിക്ക് നിന്ന് അതൊന്ന് കാണുകയാണ്. എന്തുമാത്രം കഷ്ടം! 41 ദിവസത്തെ നമ്മുടെ അതീവ്രമായ വ്രതം,
അത് കഴിഞ്ഞിട്ടുള്ള നടപ്പ്, ഇവിടുത്തെ എരുമേലിലെ ചടങ്ങുകൾ, അത് കഴിഞ്ഞ് ഓരോ മലകൾ കയറ്റം, മലയിറക്കം, വിശ്രമം, കുളി. ഈ ശബരിമലയിലെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. ഒന്ന് നന്നായിട്ട് ബുദ്ധിമുട്ടിക്കും, അത് കഴിഞ്ഞ് സന്തോഷിപ്പിക്കും, വീണ്ടും ബുദ്ധിമുട്ടിപ്പിക്കും, വീണ്ടും സന്തോഷിപ്പിക്കും, അത് കഴിഞ്ഞ് ഭക്ഷണം, പിന്നെ വിശ്രമം. ഇങ്ങനെ സുഖ ദുഃഖ സമ്മേളനമാണ് നമ്മൾ ഈ യാത്രയിലുടനീളം നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ 18-ാം പടിയിൽ തൊട്ട് വണങ്ങി ഓരോ പടിയായിട്ട് വലതുകാലിൽ വെച്ച് ചവിട്ടി മണ്ടയിലെത്തുമ്പോൾ എൻ്റെ അമ്മ എന്തൊരു മണമാണ് അവിടെ! നല്ല ഹവിർഗന്ധം, നെയ്യുടെ മണം, കർപ്പൂരാടിയിൽ നിന്നും വന്ന കർപ്പൂരത്തിൻ്റെ മണം, ഇതെല്ലാം പൂക്കളുടെ മണം, ഇതെല്ലാം കൂടെ നമ്മളെ ഒരു അലൗകിക തലത്തിലേക്ക് അങ്ങ് ഉയർത്തുകയാണ്. എപ്പോഴും നമ്മളെ ഈ ക്ഷേത്രങ്ങളിൽ മണിനാഥവും ഗന്ധവും വിളക്കും വെക്കുന്നതിനാണ്. അത് 3 തരം തെറാപ്പികളാണ്: സൗണ്ട് തെറാപ്പി, അരോമ തെറാപ്പി, ലൈറ്റ് തെറാപ്പി. ഈ സൗണ്ട്, മണിനാഥം അല്ലേ ശബ്ദങ്ങൾ, ഇത് 3ഉം കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്നങ്ങ് മാറുകയാണ്. പിന്നെ നമ്മൾ അലൗകിക തലത്തിലേക്ക് മാറുകയാണ്. ആ അലൗകിക തലത്തിലേക്ക് മാറ്റുന്ന ഒരു വലിയ പ്രക്രിയ അവിടെ നടക്കുന്നു. എന്നിട്ട് നമ്മൾ ചുറ്റി മണിമണ്ഡപത്തിൽ ചെന്നു, കർപ്പൂരാഴിയെ വണങ്ങി, ഗണപതിയെ വണങ്ങി, പ്രദക്ഷിണമായിട്ട് നമ്മൾ ഭഗവാന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ്. കണ്ണടച്ച് നിന്നിട്ട് തുറന്നു കാണുമ്പോൾ അഭയവരദനായ ഭഗവാൻ, നമ്മൾ എന്തിനാണോ ഈ ക്ലേശങ്ങളെല്ലാം സഹിച്ചിവിടെ വന്നത്, ആ ഭഗവാനെ നേരിൽ കണ്ടു. നമ്മൾ കണ്ടു ആ കൈകൾ, അഭയവരദനായിട്ടിരിക്കുന്ന ആ കൈകൾ കണ്ടു. നോക്കി നിൽക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കി നിന്നാൽ നമുക്കറിയാം, ആ കൈകളിൽ നിന്നും അനുഗ്രഹ കിരണങ്ങൾ വന്ന് നമ്മുടെ ശിരസ് മുതൽ തഴുകി പോകുന്നു. പിന്നെ പാദം മുതൽ നമ്മളെ മുകളിലേക്ക് തരുന്നു. എന്നിട്ട് നമ്മൾ തത്തുല്യനാക്കുകയാണ്. ഭഗവാൻ നമ്മളെ, ഭഗവാന്റെ ആ തുല്യതയിലേക്ക് നമ്മളെ ഉയർത്തി കാട്ടുന്ന ഒരു അതിമഹത്തായ ദൃശ്യമാണ് നമുക്കവിടെ കിട്ടുന്നത്. അത് കണ്ട് നിന്നിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് തത്വമസി എന്ന ആ വാക്യം നമ്മൾ കേൾക്കുന്നത്. സയേഷ അണിമ ഏതത് ആത്മമിതം സർവം തത് സത്യം. ആത്മാ തത്വമസി ആരോടാ പറയുന്നത്? ശ്വേത ഹേതോ എന്നാണ്. അത് അവരോട് പറയുന്ന ശാന്തോക്യോപനിഷത്തിലെ ഇത് സാർത്ഥകമാക്കുകയാണ്. അവിടെ ഒരണുവായിട്ട്, അണുവാണ്, ആ അണുവിലും അണുവായ ഇതാണ് അതിൻ്റെ നമ്മുടെ ജഗത്തിൻ്റെ ആത്മാവായിരിക്കുന്നത്. വിശ്വത്തിൻ്റെ മൂലമായ സത്ത ആ അണുവാണ്. അതാണ് ജഗത്തിൻ്റെ ആത്മാവ്. അതാണ് ശ്വേതഹേതു നീ എന്ന് പറയുമ്പോൾ നമ്മളതാവുകയാണ്. ആ ആത്മാവിൻ്റെ ആ അണുവായിട്ട് മാറുന്ന ആ വലിയൊരു മഹത്വം. എന്തിനാണ് ഭക്ത നീ ഇവിടെ വന്നിരിക്കുന്നത്? അത് സാർത്ഥകമായിരിക്കുന്നു. എനിക്ക് തത്തുല്യനായിരിക്കുന്നു നീ. എനിക്ക് നിന്നിൽ ഈശ്വരനെ കാണാൻ പറ്റണം. ഓരോരുത്തരിലും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലും സ്വാമി എനിക്ക് ഈശ്വരനെ കാണാൻ പറ്റും. തിരിച്ചെന്നിൽ നിങ്ങൾക്ക് ഈശ്വരനെ കാണാൻ പറ്റുന്ന ആ ഒരു വലിയ മഹത്തായ ഈശ്വര ദർശനമാണ് ഈ തത്വമസിയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. അതായിരുന്നു എൻ്റെ വിഷയം. അത് കഴിഞ്ഞു നമ്മൾ നേരെ ഇവിടോട്ട് പോവുകയാണ്, മാളികപ്പുറത്തമ്മയെ കാണാനായിട്ട്. അവിടെ ദിവസവും നട തുറക്കില്ല. അരുളപ്പാടനുസരിച്ച് മാത്രമേ നട തുറക്കൂ. അങ്ങനെ നട തുറക്കില്ല എങ്കിലും നമ്മളവിടെ ചെല്ലും. അവിടെ നമുക്ക് വെറ്റല സമർപ്പിക്കാം, പട്ട് കൊടുക്കാം, അവിടെ മഞ്ഞൾ കൊടുക്കാം, അവിടെ ഇതുപോലത്തെ വഴിപാടുകളൊക്കെ ചെയ്തിട്ട് തേങ്ങ അവിടെ, അതൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയായിട്ട് വന്നിരിക്കുകയാണ്, തേങ്ങ ഉരുട്ടുകയാണ്. നമുക്കത് നല്ലപോലെ ആലോചിച്ചാൽ ഇതെന്തുകൊണ്ടാണ് നമ്മളല്ല ഇതുണ്ടാക്കിയേ. പൂർവികരുണ്ടാക്കിയ ഓരോന്നിനും അതിൻ്റെ സത്യമുണ്ട്, അതിൻ്റെ ന്യായമുണ്ട്, അതിൻ്റെ നിയമമുണ്ട്. അതുകൊണ്ട് ഈ അമ്മയുടെ അടുത്ത് ഉരുട്ടി അവിടെ ബഹളം വെക്കണ്ട. ഞങ്ങളുടെ അടുത്തൊരു ദേവീക്ഷേത്രമുണ്ട്, കടകൽ ക്ഷേത്രം. അവിടെ ഭഗവതിയുടെ ബാലരൂപമാണ്. ആ ബാലരൂപമായതുകൊണ്ട് അതിൻ്റെ താളിയോല ഞാൻ കണ്ടു. അതിലെഴുതിയിട്ടുണ്ട്, ഇവിടെ ചോറൂണ് പാടില്ല, വിവാഹം പാടില്ല. കാരണം അവിടെ കുരവയിടും. ഈ കുരവയിട്ടത് ശബ്ദം ഈ കുഞ്ഞിന് പേടിയാണ്. അവിടെ പായസവും പട്ടും മാത്രമേ വഴിപാടായിട്ട് നടത്താവൂ. ആ ക്ഷേത്രത്തിൽ ഇന്ന് വെടിക്കെട്ട് നടത്തുന്നുണ്ട്.
അത് കാണുമ്പോൾ എനിക്ക് ഇത് വായിച്ചത് കൊണ്ട് എനിക്ക് സങ്കടം. കാരണം മറ്റൊന്നുമല്ല, ഇത് പമ്പാ നദിയോട് വളരെ അടുത്ത് കിടക്കുന്നതാണ്. അതിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഇതുപോലത്തെ ഉള്ള കാര്യങ്ങൾ വന്നാൽ ഈ ക്ഷേത്രഭാഗം ഇപ്പം തന്നെ ഒത്തിരി ഇടിഞ്ഞിട്ടുണ്ട്, ഇടിഞ്ഞു പോകാൻ ഇടയാകും. അതുകൊണ്ടാണ് ആറന്മുള ക്ഷേത്രം വളരെ ഉയരത്ത് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന അവിടെ ഇത് താണു പോകുമ്പോൾ അതിന് ക്ഷതം ഉണ്ടാവാതിരിക്കാനായിട്ട് പൂർവികർ ചെയ്യുന്ന നല്ല ഉദ്ദേശശുദ്ധിയോടെയുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം. എന്നിട്ട് ഇവിടെ അതും കഴിഞ്ഞു. ഈ മതിൽക്കെട്ടിൽ തന്നെയാണ് കടുത്ത സ്വാമിയുള്ളത്. ഈ അമ്മയെ കണ്ടിട്ട് നമ്മൾ നേരെ കടുത്ത സ്വാമിയുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പൂജാ സാധനങ്ങൾ വെക്കുന്ന കൂട്ടത്തിൽ കഞ്ചാവ് വെക്കുമായിരുന്നു. ഇത് കടുത്ത സ്വാമിയുടെ വഴിപാടാണ്. അവിടെ അരിപ്പൊടി മലർപ്പൊടിയൊക്കെ കൊടുക്കും, കഞ്ചാവും കൊടുക്കും. അതിനകത്ത് ദുരുദ്ദേശം ഉണ്ടായിരുന്നു അന്നത്തെ ആളുകൾക്ക്, അതെനിക്കറിയില്ല. എന്തായാലും അതിൻ്റെ ഓഹരി തിരിച്ച് കിട്ടും കുറച്ച്. അത് വാങ്ങിച്ചിട്ട് അടുത്ത് പിന്നെ പോകുന്ന അവിടുത്തെ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. 1122, അതായത് 78 വർഷം മുമ്പ് കുറുമാളൂർ നാരായണ അദ്ദേഹം എഴുതിയതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ പൂജാരി നായരാണെന്ന്. 78 വർഷം മുമ്പ് എൻ്റെ കയ്യിലുണ്ട് ആ പുസ്തകം. അതേസമയം അത് കഴിഞ്ഞ് വാവര സ്വാമിയുടെ അടുത്താണ്. അവിടെ പനിനീര്, കുരുമുളക്, നെല്ല്, സുഗന്ധദ്രവ്യങ്ങൾ ഇതാണ് വഴിപാടായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം കറുപ്പസ്വാമിയെ കാണാൻ പോന്നു. ഇതെല്ലാം ആദി ദൈവങ്ങളാണ്. നമ്മുടെ ഈ ബാധകൾ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറ്റിത്തരുന്നതാണ് ഈ മല്ല ദൈവങ്ങൾ. അവിടെ അന്ന് കള്ളാണ് കൊടുത്തുകൊണ്ടിരുന്നത്, മദ്യം. പക്ഷേ ഇന്നതിന് മാറ്റിയിട്ട് മുന്തിരിപ്പഴമാക്കിയിട്ടുണ്ട്. അതും കഴിഞ്ഞ് അവിടെ ഈ ചില ദേവതകൾ മല്ല ദേവതകളെയൊക്കെ വണങ്ങി സർപ്പപ്പാട്ട് നടത്തി ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ തന്നെ നമ്മൾ തമ്പടിക്കുകയാണ്. അന്ന് പോരത്തില്ല, കാരണം മകരസംക്രമത്തിനൊരു വലിയ വിശേഷം അവിടെ നടക്കുന്നുണ്ട്. അതും കൂടെ കണ്ടിട്ട് പോരാനായിട്ടാണ് ഈ സമയം നോക്കി എല്ലാവരും അവിടെ ചെല്ലുന്നത്. പറയാമല്ലോ, ചെല്ലുന്നത്. അത് തിരുവാഭരണമാണ്. എനിക്ക് നമ്മുടെ ആറന്മുളയിൽ നിന്നും വളരെ അടുത്തൊരു 10 കിലോമീറ്റർ അകലെയാണ് പന്തളം. അവിടെ അന്ന് നമുക്കൊരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്ത്, ഈ നമ്മുടെ സുപ്രീം കോടതി വിധിയൊക്കെ ആയിട്ടുണ്ടായ പ്രശ്നമുണ്ടായ സമയത്ത് ഞങ്ങൾ ശശികുമാരവർമ്മ എന്ന് പറയുന്ന അവിടുത്തെ ഈ പന്തളത്തെ അന്നത്തെ രാജാവിനെ കാണാനായിട്ട് അവിടെ പോയി. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തൊരു സൽക്കാരം, എന്തൊരു സ്വീകരണമാണ് നമുക്ക് തന്നത്. നമ്മുടെ സംസ്കാരത്തിനൊത്തവണ്ണം ഞാനും എൻ്റെ ഭർത്താവ് ശിവദാസൻ നായരും ഉണ്ടായിരുന്നു. ഞങ്ങളെ അകത്ത് കൊണ്ടുപോയി കൊട്ടാരമെല്ലാം കാണിച്ചു. ഈ തിരുവാഭരണപ്പെട്ടി ആറന്മുളയിൽ കൂടെ പോകുമ്പം ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് എന്താണെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം തിരുവാഭരണം ഇരിക്കുന്ന മുറിയിൽ ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ഈ തിരുവാഭരണം വച്ചിരിക്കുന്നത് കാണിച്ചു തന്നു. എൻ്റെ ഭഗവാനെ, എന്തൊരു ചന്തത്തിലാണത് അവിടെ വെച്ചിരിക്കുന്നത്. എൻ്റെ മഹാഭാഗ്യമായിട്ട് ഞാനതിനെ കാണുന്നു. കാരണം അങ്ങനെ ഒരു അവസരത്തിൽ അവിടെ പോയി ഇതിനെ കണ്ട് തൊഴാൻ എനിക്ക് പറ്റി, അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് എന്ന് എനിക്ക് വളരെ അഹങ്കാരത്തോടു കൂടി ഇവിടെ നിന്ന് ഞാൻ പറയുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ പോരുമ്പോൾ ഈ നിറഞ്ഞ മനസ്സുമായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഈ തിരുവാഭരണം ഈ ദിവസം 28-ാം തീയതി എടുത്ത് ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് വയ്ക്കും. ഒരുപാട് ആൾക്കാർ വരും ഇത് കാണാനായിട്ട്. അന്നവിടെ കഞ്ഞി പുഴുക്കുമൊക്കെ ഉണ്ടാവും, അന്നദാനം ഉണ്ടാവും. ഇവർ വന്ന് കാണിക്കയിടും. ഇതെല്ലാം കഴിഞ്ഞ് ഈ തിരുവാഭരണ പെട്ടി എടുത്തുകൊണ്ട് 4 പേരെ എടുത്ത് ഇങ്ങനെ യാത്ര തുടങ്ങിയാണ്. വാദ്യമേളങ്ങളോടുകൂടി കൊട്ടും ഘോഷവും കുരവയുമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഓരോ സ്ഥലത്തും ഇവർക്ക് നല്ല സ്വീകരണവും കൂടെ വരുന്നവർക്ക് സത്കാരവും ഒക്കെ കൊടുത്ത് ഇങ്ങനെ വന്ന് ആറന്മുള വന്ന് അവിടെ ഒക്കെ വേണ്ട കാര്യങ്ങൾ പ്രദക്ഷിണം വെച്ച് ഒക്കെ ചെയ്തതിന് ശേഷം അന്ന് അയിരൂർ പുതിയകാവിൽ വിശ്രമിക്കും. അവിടെയാണ് താമസം. അവിടെ രാവിലെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും യാത്ര തുടങ്ങും. അവിടെ നിന്നും പെരുന്നാടെന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലും. അവിടെ കുറച്ച് വിശ്രമം, അത് കഴിഞ്ഞുള്ള ലാഹയിൽ കുറച്ച് വിശ്രമം, പിന്നെ നിലയ്ക്കൽ കുറച്ച് വിശ്രമം. അത് കഴിഞ്ഞിട്ട് നേരെ ശബരിപീഠത്തിലെത്തി ശരംകുത്തി. അവിടെ വരുമ്പോഴേക്കും ദേവസ്വം ബോർഡിൻ്റെ ആളുകൾ, പിന്നെ
പോലീസുകാർ, ഭക്തജനങ്ങൾ, കുറച്ചാളുകൾ, ക്ഷേത്ര ഭരണാധികാരികൾ, ഈ ദാതി ദൈവങ്ങളുടെ ഊരാളന്മാർ, ഇവരെല്ലാം ചങ്ങലവട്ടയും ദീപവും ഒക്കെ ആയിട്ട് വന്ന് വലിയ കൊട്ടും ഘോഷവും മേളവുമായിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ചെന്ന് കുറേ അടുക്കാറാവുമ്പോഴേക്കും ഇവർ തുള്ളാൻ തുടങ്ങും. കണ്ടു നിൽക്കുന്ന നമ്മളിങ്ങനെ ശ്വാസം പിടിച്ചാൽ നിൽക്കുന്നത്. കാരണം കുറേ കഴിയുമ്പോൾ ഒരു കൈ അങ്ങ് വിടും, ഈ പെട്ടിയൊന്ന് കൈ വിടും. അപ്പോൾ ഇത് താഴെ പോകും ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ 18ാം പടി കയറുമ്പോൾ പോലും ഒരിക്കലും അവർക്കൊരു കാലിടറിയിട്ടില്ല. അങ്ങനെ മണ്ടയിൽ ചെന്ന് അവിടെ ഈ തിരുവാഭരണപ്പെട്ടി വെച്ചിട്ട് അതിൽ ഭഗവാനുള്ളത് ആ തൃപ്പടിയിലേക്കും ബാക്കി മാളികപ്പുറത്തേക്കും മാറ്റും. അത് കഴിഞ്ഞു ഇതെല്ലാം എടുത്ത് വിനിവേശിപ്പിക്കും. യഥാ സ്ഥലത്ത് ഭഗവാന് വിനിവേശിപ്പിക്കും. ഇത് നമ്മൾ വിചാരിക്കും, ഭഗവാൻ എന്തിന് എത്ര ആഭരണം? നേരത്തെ ഇവിടെ നമ്മുടെ വിജയലക്ഷ്മി ടീച്ചർ പറഞ്ഞതുപോലെ ആഭരണം വിട്ട് കാണാൻ നമുക്കൊരു കൗതുകമുണ്ട്. ആ കൗതുകത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു പാണ്ഡ്യരാജാവ് ഇവിടെ ഇത് നടത്തുമ്പോൾ ക്ഷേത്രം പണിയുമ്പോൾ ഒരു അരുളപ്പാടുണ്ടായി. എല്ലാ വർഷവും പന്തളത്തു നിന്നും എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഭക്തജനങ്ങൾക്ക് കൗതുകമുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ ആഭരണമണിയിക്കണം എന്ന്. അതനുസരിച്ചാണ് ഈ ആഭരണം കൊണ്ടുവരുന്നതും ഇത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ തിരിച്ച് അവിടെ കൊണ്ടുപോകുന്നതും. അങ്ങനെ ആഭരണ വിഭൂഷിതനായിട്ട് നടയെല്ലാം അടച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. പെട്ടെന്ന് നട തുറക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട അയ്യപ്പനെ അല്ല ഇപ്പോൾ കാണുന്നത്. നല്ലപോലെ ഒരുങ്ങിയ ആ അയ്യപ്പന് നമ്മുടെ മുന്നിൽ വരുന്നു. അവിടെ ഇപ്പോൾ എന്തോരു ശരണം വിളിയായിരിക്കും. കുറച്ച് സ്ഥലം, കുറച്ച് സമയം, ആളുകളുടെ ബാഹുല്യം, ഇത്രയും ഉള്ള ഈ സ്ഥലത്ത് ഒരനിഷ്ട സംഭവം ഉണ്ടാകാതെ, ഒരാൾക്ക് പോലും ദർശനം കിട്ടാതിരിക്കുന്ന ഒരനുഭവം ഉണ്ടാവാതെ ഇത്രയും പേരെയും അവിടെ ഇത് കാണിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ട് തൊഴുത് എല്ലാവരും അത് സായുജ്യം അടയുകയാണ്. അത് കണ്ട് ആ സമയത്താണ് ദീപാരാധന കഴിയുമ്പോൾ. അപ്പം നേരത്തെ ഇവിടെ ഈ പുലിപ്പാലിന് വേണ്ടി പോയ സമയത്ത് ദിവ്യ ഋഷികൾ വരുമെന്നും അവിടെ നിന്നുണ്ട് 10 നാഴിക അകലെയുള്ള ഒരു മേട്ടിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് അവിടെ രത്നസിംഹാസനത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചു, പൊന്നമ്പലമേട്ടിൽ എന്നൊക്കെയുള്ള ഐതിഹ്യങ്ങളുണ്ട്. അവിടെ നമ്മൾ വിളക്ക് കാണും, പൊന്നമ്പലമേട്ടിലെ ജ്യോതി കാണണം. എനിക്കറിയാം, എനിക്കിപ്പോൾ 74 വയസ്സായി. എൻ്റെ ഒപ്പം പ്രായമുള്ള ഓരോരുത്തർക്കും അറിയാം, അവിടെ പല പ്രാവശ്യവും ഈ ജ്യോതി തെളിയാതെ പോയിട്ട് ഈ പ്രാവശ്യം ജ്യോതി കണ്ടില്ല എന്ന് പറഞ്ഞു വന്ന അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, എല്ലാ വർഷവും ജ്യോതി കാണും. ഈ പറഞ്ഞ മാതിരി നമുക്കതിൻ്റെ ന്യായാന്യായങ്ങളോ അതൊന്നും തിരക്കി പോകേണ്ട കാര്യമില്ല. പക്ഷേ TV കൂടെ ആണെങ്കിലും നമ്മളിപ്പോൾ ആ മകരജ്യോതി കാണുമ്പോഴത്തെ എന്താ ഒരു ഹർഷപുളകിതരാവുകയാണ്. ഭക്തി പ്രകർഷം കൊണ്ട് നമ്മൾ അന്തം വിട്ടിരിക്കുകയാണ്. ആ മകരജ്യോതി കാണുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് പിരിയുന്നു. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ വിളക്കെടുപ്പുണ്ട്. വിളക്കെടുപ്പ് ഇത് പറഞ്ഞ പോലെ മണിമണ്ഡപത്തിൽ നിന്നും ആനക്കഴുത്തിൽ 7 ദിവസമാണ്. ആനക്കഴുത്തിൽ വിളക്കെടുത്ത് ഈ 18ാം പടി വരെ വരും, എന്നിട്ട് തിരിച്ചു പോരുകയാണ്. അത് 7ാം ദിവസം ഈ ആൽത്തറ വരെ ചെല്ലും. അവിടെ ഈ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞ പഴയ ഒരു പുസ്തകത്തിനകത്ത് അതിനെക്കുറിച്ച് പറയുന്നില്ല, പക്ഷെ പിന്നീടുള്ള പുസ്തകങ്ങളിൽ കാണുന്നു. അതായത് കന്യയ്യപ്പന്മാർ വരാത്ത ഒരു മകരവിളക്കിന് താൻ ശാസ്താവ് മാളികപ്പുറവുമായിട്ടുള്ള ഒരു കരാർ, അതൊക്കെ അറിയാൻ തോന്നുന്നു. ആ കരാറ് അതിനാണ് ഇവരെല്ലാം ഘോഷയാത്ര വലിയ ആർഭാടത്തോടെയാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പം കന്യയ്യപ്പന്മാർ വന്നതിൻ്റെ അടയാളം കാണും. അതോടെ നിരാശരായിട്ട് ഒരനക്കവുമില്ലാതെ പാട്ടും കൊത്തും ഒന്നുമില്ലാതെ തിരിച്ചു വരുന്ന ശോകമൂകമായ ഒരവസ്ഥ ഒരു നല്ല കാഴ്ച തന്നെയാണ്. എന്ത് പറഞ്ഞാൽ അത് അനുകൂലമായാലും പ്രതികൂലമായാലും അങ്ങനെ വന്ന് പിന്നെ അതോടെ ആ വർഷത്തെ ഉത്സവം സമാപിക്കുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ 8ാം ദിവസം ഒരു കുരുതിയുണ്ട്. റാന്നിയിൽ കുന്നയ്ക്കൽ എന്ന് പറയുന്ന തറവാട്ടുകാർക്കാണ് അതിൻ്റെ അവകാശം.
ആ ഗുരുത കഴിയുന്നതോടെ പിന്നെ അവിടെ ആരും നിൽക്കാൻ പാടില്ലെന്നാണ്. ആ സമയത്ത് ഈ നടയടയ്ക്കാൻ ഈ ഭഗവാനെ അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഭസ്മം കൊണ്ടുവരും. ആ സദ്യയുടെ ഭസ്മം, ആഴികളിലെ ഭസ്മം, ഇതെല്ലാം നമ്മൾ നന്നായിട്ട് അരിച്ച് ഉരുട്ടി കൊണ്ടുവന്ന് ഇവിടെ ഏൽപ്പിക്കും. അവിടെ കർപ്പൂരമിട്ട് ഇത് ഭഗവാന്റെ വിഗ്രഹത്തെ തട്ടി അത് തിരിച്ചു തരുന്നത് ഈ ഭസ്മം, ശബരിമല ഭസ്മം നമ്മൾ വിശിഷ്ട സാധനമായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ ചൂരൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇത് പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തെ തട്ടിച്ചു തരും. ആ ചൂരലിൽ വെള്ളി കെട്ടി, ഞങ്ങളുടെയൊക്കെ വീടുകളിലെ കാരണവന്മാർക്കുണ്ടായിരുന്നു. മുളയാണ്. അതിൽ പോകുന്നതനുസരിച്ച് ഇതിൽ സ്വർണമോ വെള്ളിയോ ഒക്കെ കെട്ടിയിട്ട് 18 പ്രാവശ്യം പോകുന്നവരുടെ കയ്യിൽ 18 വളയങ്ങളൊക്കെ കാണും. ഇത് വീട്ടിൽ കൊണ്ടുവച്ചാൽ വലിയ സുഹൃതം കിട്ടുമെന്നൊക്കെയുള്ള വിശ്വാസം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഈ ഭഗവാനെ ഭസ്മാഭിഷേകം നടത്തും. ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് ചൂരൽ കൈ കൊടുത്ത് ധ്യാനനിരതനാക്കി ഇരുത്തുവാണ്. പിന്നെ ധ്യാനനിരതനാക്കി ഇരുത്തി ഹരിവരാസനം ചൊല്ലും. എന്നിട്ട് നടയടയ്ക്കും. നടയടച്ച് താക്കോല് എടുത്ത് അവിടെ നിൽക്കുന്ന സൈഡിലാണ് നിൽക്കുന്നത് പന്തളത്ത് രാജാവ്. നേരെ നിൽക്കത്തില്ല മകൻ്റെ, എഴുന്നേക്കുമെന്നുള്ള ഭയം. അവിടെ നിന്നിട്ട് അദ്ദേഹം ഈ പണവും നടവരവും ഈ താക്കോലും കൂടെ അദ്ദേഹത്തിന് ഏൽപ്പിക്കും. പൂജാരി അത് ഏറ്റുവാങ്ങും. സ്വീകരിച്ചിട്ട് കണ്ണിൽ തൊട്ട് അതേപോലെ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അടുത്ത ഒരു വർഷത്തേക്ക് ഇത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ്. ഒന്നാലോചിച്ച് നോക്കിയേ, എന്തൊരു ക്ഷേത്രമാണിത്! കാനന മധ്യത്തിൽ ഒരു ക്ഷേത്രം. അവിടെ നിന്ന് എവിടെ നിന്നെല്ലാമാണ് അവിടേക്ക് സമ്പത്ത് കുന്നുകൂടുന്നത്. അക്ഷരാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ ആളുകളെ അനുഗ്രഹിക്കുന്ന ഒരു ഈശ്വരനാണ് സ്വാമി അയ്യപ്പൻ. ആ പണം കുന്നുകൂടുന്ന പണം ചാനലൈസ് ചെയ്യുകയാണ്. എന്നിട്ട് പലരിലേക്കും ഭക്തർ കൊടുക്കുന്ന പണം ഭക്തരിലേക്ക് ഒഴുകുകയാണ്. അവിടെ കഴകക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ വരെ ജോലി ചെയ്യിച്ചിട്ടാണ്, ഫ്രീ ആയിട്ടല്ല കൊടുക്കുക. ജോലി ചെയ്യിച്ചിട്ട് ഭഗവാൻ ഈ സമ്പത്ത് അവിടെ വിതരണം ചെയ്യപ്പെടുന്നു. ഭഗവാന്റെ റിമോട്ടാണ്. അതേപോലെ തന്നെ ഞാൻ ഈ വഴിയോരത്ത് ശബരിമലയ്ക്ക് പോകുന്ന റോഡ് സൈഡിൽ താമസിക്കുകയാണ്. എൻ്റെ കുടുംബം നേരത്തെ, എൻ്റെ ഭർതൃഗ്രഹമല്ല, എൻ്റെ വീട് റാന്നിയിലാണ്, ഇടമൺ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പടിക്ക കൂടിയാണ് അയ്യപ്പന്മാർ പോകുന്നത്. ഞങ്ങൾ കൊച്ചു പിള്ളേർ വരെ കുറേ കപ്പ, ഞങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ കൃഷിയുണ്ട്. കുറച്ച് കപ്പ പറിച്ച് അവിടെ കൂട്ടും, കുറച്ച് ഇടിച്ചക്ക പറിച്ച് വയ്ക്കും, കുറച്ച് കമ്പിളി നാരങ്ങ പറിച്ച് വയ്ക്കും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും വാഴക്കോല, ഇതൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മളൊരു വരയും നിശ്ചയിച്ച് അവിടെ ഇരുന്നാൽ മതി. ഇതെല്ലാം പുഷ്പം പോലെ വിറ്റ് പോകും. അന്ന് ഞങ്ങളുടെ വീട്ടിലൊക്കെ കടം പേടിയിരുന്നത് നമ്മൾ അയ്യപ്പൻ കോളെന്നാണ് പറയുക. ഈ അയ്യപ്പൻ കോളിലായിരുന്നു. ആലോചിച്ചേ, ഒരു ഭഗവാൻ നമ്മളെ എങ്ങനെയാണ് ദാരിദ്ര്യം, ദുഃഖം ഇല്ല, ദാരിദ്ര്യ ദുഃഖത്തോളം ഒരു ദുഃഖവും ഇല്ലെന്ന, അതിൽ നിന്നും മോചനം തരുന്ന, അത് ജോലി ചെയ്തിട്ട് കുഞ്ഞുങ്ങളാണെങ്കിൽ ഞങ്ങൾ അവിടെ പോയിരുന്ന് ഇത് വിറ്റിട്ടാണ് പണം ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് അവിടെ വേറൊരു തരത്തിലല്ല. അങ്ങനെ ഇത് തന്നെയല്ല. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം ഞങ്ങളുടെ അടുത്തുള്ളത്, അതിപ്പറഞ്ഞ പോലെ വലിയ പ്രസിദ്ധിയുള്ളതല്ല, നടവരമൊക്കെ വളരെ ചുരുങ്ങിയതാണ്. അങ്ങനത്തെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്നതും ഇതുകൊണ്ടാണ്. അവിടെ ദേവസ്വം ബോർഡ് അവിടെ പൂജാരിയെ നിയമിക്കുന്നു, കഴകക്കാരെ നിയമിക്കുന്നു, അവർക്കെല്ലാം ഉള്ള ശമ്പളം കൊടുക്കുന്നു. അങ്ങനെ നമ്മളെ അവിടെ ഇരുന്നുകൊണ്ട് മലയിലിരുന്ന്, കാനനത്തിൽ മലയിലിരുന്നു കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ഭഗവാൻ, അതാണ് ശ്രീ അയ്യപ്പൻ, ശബരിമല ശാസ്താവ്. അദ്ദേഹം നമുക്ക് ഇവിടെ എന്തെല്ലാം കാഴ്ചകളാണ് ശബരിമലയിൽ. അവിടെ നമുക്ക് ചെന്നാൽ ഈ മനോഹരമായ പ്രകൃതി ഭംഗി തന്നെയല്ല, അവിടെ ഉരക്കുഴി തീർത്ഥം എന്ന് പറഞ്ഞവരാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഉരളിൻ്റെ ആകൃതിയിലുള്ള ഒരു തീർത്ഥമാണ്. അത് കണ്ടാൽ ഇതിനകത്ത് ഇറങ്ങാൻ എല്ലാവരും എങ്ങനെയാണ് ഇതിനകത്ത് ഇറങ്ങിയാൽ, പക്ഷേ ഒന്ന് ഇറങ്ങി നോക്കിയേ, നമുക്ക് ഇരുന്ന് മുങ്ങിയിട്ട് എഴുന്നേക്കാം. ഇത്തിരി വണ്ണം ഉള്ളവർക്കും മുങ്ങിയേച്ച് എഴുന്നേക്കാം, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. എഴുന്നേറ്റ് കഴിഞ്ഞ് നോക്കുക, അയ്യോ അമ്മ ഇതിനകത്ത് തന്നെയാണോ ഞാൻ ഇരുന്നത് എന്ന്. അതുപോലെ കുംഭതള തീർത്ഥം എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. കുംഭത്തിലോട്ട് വെള്ളം വീണിട്ട് പൊട്ടിച്ചെതറി ദളങ്ങളായിട്ട് തീർന്ന ഒന്നാന്തരം pH വാല്യുള്ള വെള്ളം, പളുങ്കുമണി പോലെയാണ് അവിടുത്തെ വെള്ളം. ആ വെള്ളം
ഇതിൽ ഒഴുകുന്നു. അത് നമുക്ക് കോരി കോരി കുടിക്കാൻ പറ്റും. ആ സമുദ്രത്തിലേക്ക് ഇറങ്ങി കിടക്കുന്ന ഒരു പാറയുണ്ട്. ആ പാറ അത് ഞാൻ കണ്ടിട്ടില്ല. ആ പാറയിൽ ശ്രീരാമപാദം ഉണ്ടത്രേ. അവിടെ നമുക്ക് പോയി വഴിപാട് നടത്താം. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അല്ല എന്ന് വെച്ചാൽ പാദങ്ങൾ അവിടെ ഇല്ലെങ്കിൽ ഒരുപക്ഷെ അതും പൊട്ടിച്ചെടുത്ത് പോയെന്നിരിക്കും. അതുകൊണ്ട് ഈ പാദങ്ങളൊക്കെ നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ളതാണ്. അവിടെ ഋഷ്യമൂകാചലമുണ്ട്. അവിടെ എന്തായിരുന്നു സംഭവിച്ചത് നമുക്കറിയാം. അവിടെ ബാലിയും സുഗ്രീവനും വാണടമാണ്. ഇങ്ങനെയുള്ള പവിത്രമായ ശബരിമല, ആ പവിത്രത നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത് സൂക്ഷിക്കാൻ പൂർവികർ കണ്ടുപിടിച്ചതാണ് ഇരുമുടിക്കെട്ട്. അതിനു വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് നമുക്ക് വിരിവയ്ക്കാനുള്ള സാധനങ്ങളും കൊണ്ട് വരണം എന്നുള്ള നിബന്ധനയുണ്ടാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ പാത്രങ്ങളും സാധനങ്ങളുമായിട്ട് വന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കാനനഭൂമിയുടെ പരിശുദ്ധി, ഈ ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധി അതേപോലെ നിലനിർത്താൻ നിലനിർത്തിയിരുന്നു. ആ കാനന ഭംഗി നിലനിർത്തി അവിടുത്തെ ഒരു വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ്. അതിനെ സംരക്ഷിക്കാൻ, അതുകൊണ്ട് തന്നെ അവിടുത്തെ ജൈവ വൈവിധ്യം നിലനിർത്താൻ, പമ്പയെന്ന് പറയുന്ന ആ മഹാനദിയെ സമ്പുഷ്ടമാക്കാൻ, ഇപ്പം എൻ്റെ പഠിക്കക്കൂടെ ഓടുന്നുണ്ട് എല്ലും തോലുമായിട്ട്, ആ മഹാനദിയെ സമ്പുഷ്ടമാക്കാൻ മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓടുന്നത്. അതേപോലെ പമ്പയുടെ രണ്ട് തീരത്തുമുള്ള ഭൂപ്രദേശങ്ങളെ സമ്പുഷ്ടമാക്കാൻ, അവിടം മാലിന്യങ്ങൾ കൊണ്ട് നിറയ്ക്കാതിരിക്കാൻ ഒക്കെ ചെയ്തിരുന്ന ചെറിയ ഒരു കാര്യമായിരുന്നു ഇരുമുടിക്കെട്ടും ബാക്കി കാര്യങ്ങളും. ഇപ്പം നമുക്ക് ഒരുപാട് ന്യായങ്ങൾ കാണും. അതായത് ഇന്നത്തെ ജനബാഹുല്യം കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല എന്ന്. നമ്മൾ കുറച്ചൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഈ അഭയവരദൻ അവിടെ ഇരുന്ന് ഇനിയും നമ്മളെ കാത്തുകൊള്ളുമായിരുന്നു, ഇനിയും നമ്മളെ സംരക്ഷിക്കുമായിരുന്നു. ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഭഗവാനെ നമുക്കെല്ലാവർക്കും ഒന്നോടെ ശരണം വിളിക്കാം. ഹരിഹരസുതനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ, 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 പൊന്നു സ്വാമിയേ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. കാരണം എപ്പോഴും ഞാൻ പറയാൻ എൻ്റെ മനസ്സുകൊണ്ട് എന്നെ കേൾക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ പ്രഭാഷണം തുടങ്ങുക. എനിക്കിവിടുന്ന് സന്തോഷമായിട്ട് പോകണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പ്രഭാഷണം തുടങ്ങുക. മഹാനായ സ്വാമി, ഞാൻ ഒരുപാട് അങ്ങയോടാണ് പറയുന്നത്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, എത്ര നിർവ്യാജ ഭക്തിയാണ് അദ്ദേഹം ഉടനീളം അനുഭവിച്ചു കൊണ്ടിരുന്നത്. ഇവിടുത്തെ ഓരോരുത്തരെയും എനിക്ക് ശ്രദ്ധയിൽ, അവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ട് പുറയിലോട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അതെനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നിങ്ങളെ ഇവിടെ കണ്ട എനിക്ക് നമ്മുടെ പള്ളിക്കൽ സുനിൽ സാർ, അദ്ദേഹത്തിനെ ഞാനൊരു ഈശ്വരതുല്യം കാണുന്ന ഒരാളാണ്. ഇന്നിവിടെ നാരായണസ്വാമി ഇല്ലാതെ പോയി. അദ്ദേഹമാണ് ഇത്ര പ്രായത്തിലും ഓടി നടന്ന് സത്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടന്ന് നമ്മളെയൊക്കെ ഈ ഹിന്ദുത്വത്തിലേക്ക്, നന്മയിലേക്ക് നമ്മളെ നയിക്കാൻ, നമ്മുടെ ഹൈന്ദവത്തിൻ്റെ യഥാർത്ഥ ആദർശം നമ്മളിലേക്ക് പകർന്നു തരാൻ എല്ലാവർക്കും കഴിയട്ടെ. ഒരിക്കലും നശിക്കാത്ത സനാതനമായ നമ്മുടെ ഹിന്ദുമതം, അതിലുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് നശിക്കില്ല, സനാതനമായിട്ട് നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ. 41ാമത് അഖില ഭാരത ഭാഗവത സത്ര സമിതിയുടെ മഹാഭാഗവത സത്രത്തിൻ്റെ 1-ാം ദിവസത്തെ ധന്യമാക്കിക്കൊണ്ട് വാക്കും ശരീരവും മനസ്സും എല്ലാം നമ്മളെ ശബരിമലയിൽ എത്തിച്ച ആദരണീയായ